യെസ്, വെൽക്കം ടു TRP സ്പെഷ്യൽ. ഇന്നലെ റെഡ് അലേർട്ട് എല്ലാവരും കണ്ടിരുന്നു വിശ്വസിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ നാളെ ഈ ടോപ്പിക്, നിങ്ങൾ ടൈറ്റിൽ കണ്ട ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കും, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും, നമ്മുടെ അഭിപ്രായങ്ങൾ പറയും, നമ്മുടെ റിസർവേഷൻസ് പറയും. ദിസ് ബേസിക്കലി ഒരു ലിവർപൂൾ ഫാൻ, അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് കാണുന്ന ഫുട്ബോൾ ഫാൻ, അല്ലെങ്കിൽ വേൾഡ് കപ്പ് കാണുന്ന ഫുട്ബോൾ ഫാൻ എന്നതിലുപരി ഒരു ബിസിനസ് സൈഡ്, അല്ലെങ്കിൽ ഒരു ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോഡ്കാസ്റ്റ്. ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ഈ ന്യൂസ്, ലിവർപൂളിന്റെ മൈനോറിറ്റി ഷെയർസ്, FSG ഓൺ ചെയ്യുന്ന മൈനോറിറ്റി ഷെയർസ് വിൽക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ആദ്യമായി വന്നപ്പോൾ നമ്മൾ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇതിന് ലിങ്ക് ഞാൻ ഇതിന് കൊടുക്കാം, നിങ്ങൾക്ക് കാണാം. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് ശരിക്കും നമ്മൾ വന്നിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ അന്ന് പറഞ്ഞു ഏത് ഡീലാണ് നമുക്കറിയില്ല. ഒരു 10% ഷെയർ ആണോ, 8%, ഒരു മൈനോറിറ്റി, തീരെ മൈനോറിറ്റി ഷെയർ ആണോ? പക്ഷേ അതിൽ ഒരു പോസിബിലിറ്റി വാസ് 33% അല്ലെങ്കിൽ 30% ഷെയർ. അപ്പോൾ ഇന്നലത്തെ ന്യൂസ് പ്രകാരം ലിവർപൂൾ FSG 30% മുകളിലുള്ള ഷെയർസ് വിറ്റു. 1.7 ബില്യൺ അല്ലേ ടോട്ടൽ, 1.5 to 1.8 ബില്യൺ ഇടയിലാണ് വിറ്റത്. ബേസിക്കലി ലിവർപൂളിന്റെ ബോർഡിൽ 3 പുതിയ ആൾക്കാരിരിക്കും. അതിൽ ഒരു കൺസോർട്ടിയം ആണ് ഇത് 30% മേടിച്ചത്. 1892 ഹോൾഡിങ്സ് എന്നാണ് കൺസോർട്ടിയത്തിന്റെ പേര്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ തരികയാണെങ്കിൽ, അമിത് ഭാട്ടിയ, ലക്ഷ്മി മിത്തലിന്റെ സൺ ഇൻ ലോ ആൻഡ് എ പേഴ്സൺ ഹു ഹാസ് ലോട്ട് ഓഫ് കണക്ഷൻസ് ഇൻ സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ആൻഡ് ഒരുപാട് ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അതോടൊപ്പം ജെഫ് ബേസോസ്, ആമസോൺ ഫൗണ്ടർ, പുള്ളിയുടെ അണ്ടറുള്ള K5 സ്പോർട്സ് എന്ന ഓർഗനൈസേഷൻ. അതോടൊപ്പം ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനി, അതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിന്റെ കോ ഫൗണ്ടർ എഡ്വാർഡോ സാവറിൻ ആൻഡ് ഹിസ് വൈഫ്. അവർ 2 പേരാണ് അതില്. സോ ഈ 3 പേരും അവരുടെ ബിനാമി പറയാൻ പറ്റില്ല, അവരുടെ റെപ്രസെന്റേറ്റീവ്സ് നമ്മുടെ ബോർഡിലിരിക്കും. ബ്രയൻ ബോം എന്നൊരു K5ന്റെ ഹെഡാണ് ജെഫ് ബെസോസിന്റെ ആളായിട്ട് ഇരിക്കാൻ പോകുന്നത്. എലൈൻ സാവറിൻ ഇരിക്കും. അമിത് ഭാട്ടിയ വിൽ ബി ദ വൈസ് ചെയർമാൻ ഓഫ് ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്. ഇതാണ് ന്യൂസ്. ശബരി, ഇത് എന്താണ് ഡീൽ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തുടങ്ങാം. ബാക്കി നമ്മുടെ അഭിപ്രായങ്ങൾ മെല്ലെ നമുക്ക് തുടങ്ങാം. സോ കഴിഞ്ഞ തവണ നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ 2 ഡിഫറെന്റ് സ്പോർട്ടിംഗ് പ്രിൻസിപ്പൾ, അല്ലെങ്കിൽ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ജേർണിയിൽ പോകുന്ന 2 ഓർഗനൈസേഷൻസ് ആയിരുന്നു. വൺ ഇസ് FSG ആൻഡ് വൺ ഇസ് അമിത് ഭാട്ടിയ. ആ 2 പേരും ഇവൻച്വലി അവരെ എന്താവും, once a takeover happens, will the takeover happen in the first place and what will be the stakes in play എന്നായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. സോ ക്രിസ് ഓൾറെഡി ഇതിന്റെ ഫിനാൻഷ്യൽസും മറ്റു കാര്യങ്ങളും ഒരു സമ്മറി പോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അമിത് ഭാട്ടിയയുടെ കൺസോർഷ്യം 1892 ഹാസ് ഓൾമോസ്റ്റ് 30% stakes in the business, അറ്റ്ലീസ്റ്റ് 30% stake. അത് 30 to 35 റേഞ്ച് ആണ്. അത് കറക്റ്റ് നമ്പർ ഇതുവരെ FSGയോ ലിവർപൂളോ അത് പുറത്തു വിട്ടിട്ടില്ല. ബട്ട് ദേ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് മൈനോറിറ്റി. സോ ആൻഡ് ഹി ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ ബോർഡ് ആസ് എ വൈസ് ചെയർമാൻ. അപ്പം തൊട്ട് ചെയറിന് താഴെ, ഐ തിങ്ക് ടിമോ വെർണറിന്റെ ജസ്റ്റ് 1 ലെവൽ ഡൗൺ ആയിട്ടുള്ള ആളായിരിക്കും പാർട്ടി അതിലിരിക്കാൻ പോകും. ടോം വേർണർ. അപ്പോ ഈ ഒരു വാട്ട് ഈസ് ഇറ്റ് ഗോയിങ് ടു ചേഞ്ച്? ഇപ്പൊ ഇതില് ദ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വിൽ ഭാട്ടിയ ബി പാർട്ട് ഓഫ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ മേക്കിംഗ്? അതിൽ ഇതുവരെ FSCയുടെ പബ്ലിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ, ദ എൻറ്റയർ ഫുട്ബോളിംഗ് ഓപ്പറേഷൻ and financials will be completely run by FSG. These guys will be part of the board, but more into what is their actual role in the board. അതിന് ഇതുവരെ ഒരു ഡെഫിനിഷൻ വന്നിട്ടില്ല. അപ്പൊ കഴിഞ്ഞ പോഡ്കാസ്റ്റ് കണ്ടവർക്ക് മനസ്സിലാവും, ഭാട്ടിയ ഇസ് നോട്ട് എ പേഴ്സൺ ഹു വുഡ് ലൈക്ക് ടു സിറ്റ് സൈലന്റ്ലി ഇൻ ദ ബോർഡ്. കാരണം QPRന്റെ സമയത്തും, ഈവൻ ദോ ഹി വാസ് ലൈക്ക് വൺ ഓഫ് ദ ഇൻവെസ്റ്റർ, അദ്ദേഹം QPRന്റെ എന്തോ ഐ തിങ്ക് ഒരു ചെയർമാൻ, വൈസ് ചെയർമാൻ ലെവലിൽ ഇരുന്ന, ഇൻഫാക്ട് ഹി ബിക്കേം ദ ചെയർമാൻ 2018 സമയത്ത് ഹി ബിക്കേം ദ ചെയർമാൻ ഓഫ് QPR. സോ ഇതിലെ FSG കൺട്രോളിലുണ്ട് എന്നുള്ള കാര്യം ആബ്സല്യൂട്ട്ലി ദേ വാണ്ട് ടു ബി ഇൻ കൺട്രോൾ അറ്റ് ദിസ് ഗിവൺ പോയിന്റ് ഓഫ് എ ടൈം. രണ്ടാമത്തെ ഇതിലൊരു കാവിയേറ്റ് എന്ന് പറയുന്നത്, ഈ
ഒരു ചില ആർട്ടിക്കിൾസ് അവർ സ്റ്റേറ്റ് ചെയ്യുന്ന അടുത്ത 12 മാസത്തിനുള്ളിൽ ഇഫ് തിങ്സ് ആർ ഗോയിങ് ഗുഡ് ആൻഡ് ഇഫ് എവറിത്തിങ് ഇസ് ഗോയിങ് ഓൺ ദ സെയിം ബാൻഡ് വിത്ത് ഇവരുടെ സ്റ്റേക്സ് ഇവർക്ക് കൂടുതൽ ഇതിൽ ലിവർപൂളിലോട്ട് കൂടുതൽ സ്റ്റേക്സ് FSGയുടെ കയ്യിൽ നിന്ന് വാങ്ങാം എന്നുള്ള ഒരു ക്ലോസും ഇതിലുണ്ട് എന്ന് അൺഡിക്ലെയർഡ് ആയിട്ടുള്ള പല സോഴ്സും പറയുന്നുണ്ട്. ഇത് ഇതിന്റെ നല്ല സോഴ്സസ് പറയുന്നുണ്ട്, CNBCയും ഒക്കെ പറയുന്നുണ്ട് ആക്ച്വലി. ഇറ്റ്സ് മോസ്റ്റ്ലി ട്രൂ. കാരണം ഈ സോഴ്സുകൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചേക്കുന്നത്. അതെ, അപ്പൊ ഇതാണ് ഇപ്പൊ കറന്റ്ലി ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നത്. അപ്പൊ ഗുഡ് പ്രോബ്ലം ബാഡ് പ്രോബ്ലം ടു ഹാവ്, ഐ ഡോണ്ട് നോ, വി ഡോണ്ട് നോ, വിൽ ദ തിങ്സ് സീ. പക്ഷെ ഒരു കാര്യം വളരെ സർട്ടൺ ആണ്, പല ഫാൻസും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ വരുമ്പോൾ ഓൾമോസ്റ്റ് $1.5 ബില്യൺ ഒരു ഇൻഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എംബാപ്പെ പോയി വാങ്ങും, വിനി ജൂനിയറിനെ പോയി വാങ്ങും. സോറി ടു ഡിസപ്പോയിന്റ് യു, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. അത് അതിന്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ ബാക്കി ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. പക്ഷേ that's the nutshell of it. I don't think they are going to have a transfer war chest that we are going to buy all the biggies in the world and bring them from this window. That's not going to happen. So yes, എന്താണ് ഇനീഷ്യൽ തോട്ട്സ്, ഹരിയുടെ ഇനീഷ്യൽ തോട്ട്സ് എന്താണ്? എനിക്ക് മിക്സ്ഡ് ഫീലിങ്സ് ആണ്. അത് ഞാൻ കഴിഞ്ഞ ഇതിനകത്തും പോഡ്കാസ്റ്റിലും പറഞ്ഞിരുന്നു. കാരണം ബേസിക്കലി ഇവരെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇനി വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. അതാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞതിനകത്ത് ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി ഇന്ത്യൻ ബിസിനസ്മാനോട് വലിയ താല്പര്യമില്ല, അവർ എങ്ങനെയായിരിക്കും എന്നുള്ള താല്പര്യമില്ല. ആഫ്റ്റർ റീഡിങ് മോർ അബൌട്ട് ഭാട്ടിയ, എനിക്ക് തോന്നുന്നത് ഈ ഒരു കൺസോർട്ടിയത്തിൽ ആക്ച്വലി ഭാട്ടിയയുടെ ഇൻവോൾവ്മെന്റ് ആണ് ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയാവുന്നത്. കാരണം ഹി ഹാസ് ബീൻ ദെയർ, ഡൺ ദാറ്റ് ബിഫോർ. അത് QPR ഒരു ഭയങ്കര വലിയ ക്ലബ്ബൊന്നും അല്ല എങ്കിൽ പോലും പുള്ളി ഒരു ഫുട്ബോൾ എന്താണ്, ഫുട്ബോൾ ക്ലബ്സ് പ്രത്യേകിച്ച് UK ഫുട്ബോൾ ക്ലബ്സിന് അവരുടെ ഒരു എന്താ പറയുക ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കുറച്ചൊക്കെ ഒരു ധാരണയുള്ള ആളാണ്. പൊതുവെ ഈ അമേരിക്കൻ ബിസിനസ്മെൻ UK ഫുട്ബോൾ ക്ലബ്സ് വാങ്ങുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ദേ സീ ഇറ്റ് ആസ് എ ബിസിനസ്. അതാണ് പൊതുവെ ഫാൻസിന് എപ്പോഴും ഇവരുമായിട്ട് എപ്പോഴും എന്താ പറയുക, ഫാൻസും ഈ ഓണേഴ്സും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം അതാണ്. ഇപ്പൊ ഞാൻ വായിച്ചിരുന്ന എനിക്ക് തോന്നുന്നത് അമിത് ഭാട്ടിയ QPR-ലായിരുന്നപ്പോൾ ടിക്കറ്റ് പ്രൈസ് റൈസസ് വന്നതിനെതിരെ പുള്ളി സ്റ്റാൻഡ് എടുത്തു. അതുകൊണ്ടൊക്കെയാണ് സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തു. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് QPR ഫാൻസിന് പുള്ളിയോട് താല്പര്യം. പുള്ളി അവരുടെ ഒരു പോസിറ്റീവ് റിവ്യൂസ് വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതാണെന്നുള്ളതാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അങ്ങനത്തെ സ്റ്റാൻഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം പോസിബിൾ ആണ്. ജെഫ് ബേസോസിനെയും എന്താ പറയുക സേവറിനെയൊക്കെ പോലെയുള്ള ആൾക്കാരുള്ള ബോർഡിൽ ഇരുന്നിട്ട് അങ്ങനത്തെ ഒക്കെ തീരുമാനങ്ങൾ പുള്ളി ഇവിടെ എടുക്കാൻ പറ്റുമെന്നുള്ളത്. QPR-ൽ എടുക്കുന്നത് ഈസ് വൺ തിങ്. അത് ലിവർപൂൾ പോലെയുള്ള ഒരു സൈസുള്ള ക്ലബ്ബിൽ വന്നിട്ട് അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുക, അതിനുള്ള പവർ പുള്ളിക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം പുള്ളിയുടെ സ്റ്റേക്ക് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതെടുക്കൽ പോസിബിൾ ആണെന്ന് അറിയില്ല. എന്നാലും ഇപ്പോൾ ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഭാട്ടിയ ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ ഈ 1892 ഹോൾഡിങ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം അതൊക്കെ ഒരു ഗിമിക്കാണ് എങ്കിൽ പോലും അങ്ങനെ അത് പക്ഷേ ഇറ്റ് ഗോസ് ഡൗൺ വെൽ. അതായത് എന്താ പറയുക, നമ്മൾ ഇതിനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇറ്റ് ഗീവ്സ് എ മെസ്സേജ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിസിനസ് ഫോർ ദം എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അതൊരു ടോക്കണിസം ആണെങ്കിൽ പോലും ഒരു ക്ലബിന്റെ ഹിസ്റ്ററിയും അല്ലെങ്കിൽ ഈ ലോക്കൽസിന് ഇതിനോടുള്ള എന്താ പറയുന്നത് ആത്മബന്ധങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ വരുത്താനായിട്ട് അത് നല്ലതാണ്. സോ അമിത് ഭാട്ടിയുടേത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് നിലവിൽ പുള്ളിയുടെ ഇൻവോൾവ്മെന്റ്. ബാക്കിയുള്ള പിന്നെ ഇപ്പൊ എന്തെല്ലാം ക്യാപിറ്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും വൺ തിങ് യു ക്യാൻ സേ ദാറ്റ് എനിക്ക് ഇവിടുന്ന് പൈസ എടുത്തോണ്ട് പോയിട്ട് വേണ്ട ജെഫ് ബേസോസിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ബി ടേക്കിംഗ് മണി ഔട്ട് ഓഫ് ദി ക്ലബ്. അവരുടെ PR-ന് വേണ്ടിയിട്ടായിരിക്കും ഇതിനെ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് എത്രത്തോളം അനോയിങ് ആയിരിക്കും, എത്രത്തോളം ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും, എത്രത്തോളം നമ്മുടെ എന്താ പറയുന്നത് കോർ വാല്യൂസിന് എതിരായിരിക്കും എന്നുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവുന്നതിനപ്പുറത്തേക്ക് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി ബാഡ് ഫോർ ദ ക്ലബ് ഫിനാൻഷ്യലി. ഇറ്റ്സ് ഗോണ ബി ഗുഡ്. അതെ, ഇതിന്റെ ഒരു എന്താ പറയാ ഒരു മൊറാലിറ്റീന്റെ ഭാഗത്തേക്ക് വിൽ കം ടു ദ സെക്കൻഡ് സൈഡ്. എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ശബരി, മിത്രനിലേക്ക് പോകുന്നതിന് മുമ്പ് ഐ തിങ്ക് വി ഷുഡ് ഷോ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് യെസ്റ്റർഡേ അല്ലേ? യെസ്, ഇതാണ് ഒരു ഇന്നലെ നടന്ന സംഭവം. സോ ബേസിക്കലി 30% ലിവർപൂളിന്റെ ഓൾമോസ്റ്റ്
മുട്ടമുട്ടി അത്രയും ഒരു ഇത് വന്നു. ഇപ്പം ഇപ്പോഴത്തെ ഇതിൽ ഏറ്റവും ക്യാപ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വാല്യുവേഷൻ ആണ്. ലൈക്ക് 6 to 7 ബില്യൺ വാല്യുവേഷനിലാണ് ലിവർപൂളിനെ അവർ 30% വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബൈ ഫാർ ലിവർപൂൾ not only in terms of history and on-field success, but in even on financial success in terms, Liverpool is the biggest club in UK. അതിന്റെ ഒരു ഏറ്റവും വലിയ, and we are on par with Barcelona, because I think Barcelona would be some 300-400 million lesser. And also we should understand that Chelsea went for അതൊരു എന്താ പറയുന്നത്, ഒരു എമർജൻസി സെയിൽ ആണെങ്കിൽ പോലും ചെൽസി വെന്റ് ഫോർ 2.25 or 2.5 if I'm not wrong. Todd Bowley മേടിച്ചപ്പോ. So this is almost 3 times. ഏതാ? Yes. അല്ല, almost 3 times ആയില്ലേ? Almost 3 times ആണ് ഇപ്പോൾ current valuation. So ഇതിനെ വേറൊരു രീതിയിൽ കാണേണ്ടത് മിത്രനിലും അതിനകത്ത് വരാം. അതായത് 7 billion വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ this is before the influx of 1892 ഹോൾഡിംഗ്സ്. അതായത് I think 7 billion വാല്യുവേഷനിലാണ് അവർക്ക് 1.4 to 1.5 അതിൽ വന്നിരിക്കുന്നത്. That's how we should read it. അങ്ങനെയല്ലേ ഇതിനെ റീഡ് ചെയ്യുന്നത്? അതെ, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. അതായത് അവരുടെ ഡ്യൂ ഡിലിജൻസിൽ അവർക്ക് മനസ്സിലായത് ദ ക്ലബ് ഇസ് വാല്യൂഡ് അറ്റ് 7 billion. അതിന്റെ 30% അവർ കൊടുത്തു, അവര് മേടിച്ചു. ബട്ട് ഈ ഡീല് പ്രീമിയർ ലീഗും ഇതും ഗവൺമെന്റും റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ immediately the valuation will go even higher, because the people who are sitting in the board is your Jeff Bezos and your Savrin and Amit Bhatia. So Mithran, ee oru club inde poke, how do you see it? Like who benefits the most in yesterday's deal? Great question. എന്താച്ചാ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതില് ബെനിഫാക്ടേഴ്സ് ആയിട്ടുള്ളത് ഫാൻസ് ഹു സീ ലിവർപൂൾ ആസ് എ കോമ്പറ്റിറ്റർ ഓൺ ഫീൽഡ് ആൻഡ് ഇൻ മാർക്കറ്റ്. അങ്ങനെ മാർക്കറ്റിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ക്ലബ്ബായിരിക്കണം ലിവർപൂൾ, അല്ലെങ്കിൽ കൂടുതൽ ട്രോഫി നേടണം ലിവർപൂൾ, കുറേ അധികം ഫിനാൻഷ്യലി ബിഗർ ആവണം, നല്ല പ്ലേയേഴ്സിന് സൈൻ ചെയ്യണം, കൂടുതൽ കൊമേഴ്ഷ്യൽ റവന്യൂ, കൂടുതൽ ഡീൽസ് കൊണ്ടുവരണം. അങ്ങനെ ഇപ്പം 100 കോടി 200 കോടി സിനിമകൾ നമ്മൾ ഫാൻ ഫൈറ്റ് ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിലുള്ള ഒരു ഫുട്ബോളിനെ അല്ലെങ്കിൽ ഫുട്ബോൾ ക്ലബിന്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ മറ്റു ഫുട്ബോൾ ക്ലബ്ബുമായിട്ടുള്ള കമ്പാരിസണിനെ കാണുന്ന ഒരു രീതിയിൽ നോക്കുമ്പം അങ്ങനെയുള്ളവരാണ് ഇതിൽ ഏറ്റവും ബെനിഫാക്ടേഴ്സ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അതിലൊരു പോസിറ്റീവ് രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, $6 billion 6 to 7 ആണ് ഇപ്പോൾ വാല്യൂഷൻ. ദേ ഓൾസോ ഹാവ് എൻ ഓപ്ഷൻ ടു ആക്ച്വലി ഇൻക്രീസ് ദെയർ സ്റ്റേക്ക് ആൻഡ് ബിക്കം ദ മെജോറിറ്റി ഷെയർ ഹോൾഡർ at $8 billion valuation in a year, in 12 months. Adum so basically vice chairman ആയിട്ട് അമിത് ഭാട്ടിയ വന്നുകൊണ്ട് അമിത് ഭാട്ടിയ വാസ് ഏബിൾ ടു, അയാൾക്ക് കുറെ കൂടുതൽ പൈസ ഉള്ള ആളുകളെ കൊണ്ടുവരാൻ അമിത് ഭാട്ടിക്ക് പറ്റിയിട്ടുണ്ട് മൂപ്പരെ കൂടെ. അപ്പൊ എത്ര സസ്റ്റൈനബിൾ ആയിട്ട് എത്ര എന്താണ് സ്നേഹത്തോടെ ആ റിലേഷൻഷിപ്പ് 1892 ഹോൾഡിങ്സ് മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഒന്ന്. രണ്ടാമത്തത്, അത് വന്നു കഴിഞ്ഞാൽ ഇത് അവർക്ക് $8 billion ക്ലബിനെ മെജോറിറ്റി ഷെയർ ഹോൾഡർ ആവാമെന്ന് കാണിക്കുന്നത് അവരുടെ ഇവഞ്ച്വൽ ലക്ഷ്യം ലിവർപൂളിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. FSGക്ക് പൈസ ഉണ്ടാക്കണം, പതുക്കെ എക്സിറ്റ് ചെയ്യണം എന്നുണ്ടാവും. FSGക്ക് വിചാരിക്കുന്നുണ്ടാവും അവർക്ക് ലിവർപൂളിനെ എത്തിക്കാൻ പറ്റുന്നതിന്റെ ഒരു മാക്സിമം അല്ലെങ്കിൽ ഒരു 75% ഓഫ് ദാറ്റ് അവരെ എത്തിച്ചു. ഇനി ഇവിടുന്ന് ലിവർപൂളിനെ മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് ആർക്ക് പറ്റും എന്നുള്ള രീതിയിലായിരിക്കും FSGയും നോക്കുക. അവരവരുടെ മൈനോറിറ്റി പറഞ്ഞതിനോടും ഒരു സിനിക്കലായ ഒരു സാധനം പറയും. ഐ തിങ്ക് ഇതിന്റെ നെക്സ്റ്റ് സ്ലൈഡിൽ അത് പറയുന്നുണ്ടോ ഇല്ല. ഓക്കെ, ഇതിനകത്ത് K5 അല്ലെ ശബരി, നമ്മുടെ ഇയാളുടെ K5 സ്പോർട്സ്, ജെഫ് ബേസോസിന്റെ K5 സ്പോർട്സ്. സോ ഇന്നലെ പർച്ചേസ് ചെയ്ത 1.5 ബില്യനകത്ത് K5 സ്പോർട്സ് ആണ് ഏറ്റവും വലിയ പങ്ക്. ഐ തിങ്ക് ദേ ഹാവ് spent around 800 to 900 million to 1 billion അവരാണ്. പിന്നെയുള്ള 500 million ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാപിറ്റലും നമ്മുടെ അമിത് ഭാട്ടിയ. ബേസിക്കലി അമിത് ഭാട്ടിയ is a figurehead. I don't think he has lot of funds with him
എന്ന്. അപ്പൊ ആ ഒരു basically the face of a guy who has been in the business. Okay, so ഞാൻ ചുമ്മാ, this is a devil's advocate I'm playing. Okay, if you are Jeff Bezos, you want to buy Liverpool, you are not going to go and bid for നമ്മുടെ ഷെയ്ഖ് ജാസിം ചെയ്ത പോലെയോ അല്ലെങ്കിൽ റോമൻ ചെയ്ത പോലെയോ. ഇന്നത്തെ ഒരു ഇതില് if Jeff Bezos comes out and says that FSG I'm giving you 6 billion, നമ്മുടെ സ്പിരിറ്റ് ഓഫ് ഷാങ്ക്ലി ആണെങ്കിലും കോപ്സ് എല്ലാരും കൂടി പ്രശ്നമാവും. സോ ഇഫ് യു വാണ്ട് ടു ബൈ ലിവർപൂൾ, you need a person who is inside the business. So what I will do is I will go find a guy who has എന്താ പറയാ who is already there. അങ്ങനെ ഒരാളാണ് ബേസിക്കലി നമ്മുടെ അമിത് ഭാട്ടിയ. ജെഫ് ബെസോസ് എന്താ പറയാ ഇതിന്റെ 1 ബില്യൺ എടുക്കുന്നു, അമിത് ഭാട്ടിന്റെ കൈ കൊടുക്കുന്നു, ഒരു എഡ്വാർഡോ സാവറിനെ വിളിക്കുന്നു, അവര് ഒരു 500 കൊടുത്തിട്ട് ഒരു പയ്യനെ കൊണ്ടുപോയിട്ട് they put up a bid which looks extremely acceptable to the cynical ലിവർപൂൾ ഫാൻ സിസ്റ്റം. ഇന്നലെ സ്പിരിറ്റ് ഓഫ് ഷാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചാല് പ്രൊട്ടസ്റ്റിന്റെ വക്കൊന്നുമില്ല, ഞങ്ങളെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം, ഞങ്ങളോടും കൂടി സംസാരിക്കണം എന്നേ പറയുന്നുള്ളൂ. അതില് ഹരി പറഞ്ഞ പോയിന്റ്, അതപ്പോ FSGക്കുള്ള കമ്പൾഷൻ പോലെ ഇതിനെ ഒരു സസ്റ്റൈനബിൾ ബിസിനസ് മോഡലായിട്ട് അബവ് ആൻഡ് ബിയോണ്ട് ദ റൂൾസ് വെക്കേണ്ട കാര്യം ഈ ഗ്രൂപ്പിനില്ല. അതായത് PSR FFP ഇതിന്റെ കീഴിൽ കൊണ്ടുവരണം, സോ ദാറ്റ് വി കൻ അവോയ്ഡ് ഫൈൻസ്. അതല്ലാതെ ഒരു സസ്റ്റൈനബിൾ മോഡൽ അവർക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. സോ ഗ്ലേസേഴ്സ് പോലെയോ അല്ലെങ്കിൽ ടോഡ് ബോളി പോലെയോ ഉള്ള ഒരു ഓണർ അല്ല നമ്മുടെ ഓണർ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മൈനോറിറ്റി ഓണർ. ജെഫ് ബെസോസ് ഹാസ് പൈസയുടെ ഒരു ആവശ്യമില്ല, ഇതിനകത്തുനിന്ന് പുള്ളിക്ക് ഒരു നയാ പൈസ ആവശ്യമില്ല. അപ്പോ is this a kind of takeover? ഇപ്പൊ മിത്രൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, ലൈക്ക് നെക്സ്റ്റ് ടേക്ക് ഓവർ, ലെറ്റ് സേ ഇതിനകത്ത് 30% ആയി ഫോർ എ കൺട്രോളിംഗ് സ്റ്റേക്ക്. നമ്മുടെ ഈ ഗ്രൂപ്പ് 1892 needs only 20% more controlling stake. I'm not talking about 8 billion valuation. Probably 8 billion valuation de 20% would come around 1.6 billion more. Barely already അവർ കൊടുത്തതിനെക്കാട്ടും കുറവ്. And if ആ 1.6 billion if K5 is the majority again with let's say 1 billion വീണ്ടും K5 ആണ് തരുന്നത്, ബാക്കിയുള്ള ഒരു 200 സെറ്റായി. So 2 billion stake is almost your controlling stake ആയി ജെഫ് ബെസോസിന്. So he doesn't have to sit. ആ ഒരു ആംഗിൾ ഇതിനകത്ത് ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായും ഉണ്ട്, അത് നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാനും പറ്റില്ല. ഇതില് ഞാൻ പറഞ്ഞ ഈ ബെനിഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇതിനെ വെറും നമ്പേഴ്സ് ആയിട്ടും ഗ്ലോറി ഹണ്ട് ചെയ്യുന്ന രീതിയിലും ചിന്തിച്ചാലേ ഇതൊരു നല്ല ഡീലായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇതിനെ ബെസോസ് നോക്കുന്ന, ബെസോസിന് ഹരി പറഞ്ഞാല് ബെസോസിന് ഇതിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഞ്ഞി പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബെസോസ് ഇതിനെ നോക്കുക എങ്ങനെ ഒരു PR മെഷീനായിട്ട് ഇതിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഫുട്ബോളിനെ വളരെ നന്നായിട്ട് ഉപയോഗിച്ച് PR മെഷീനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേറ്റ്സിനെ നമുക്കറിയാം. വളരെ നന്നായിട്ട് അവരെ ഇപ്പം ടൂറിസം മെച്ചപ്പെടുത്താനും ഗ്ലോബൽ റെക്കഗ്നിഷൻ കൂട്ടാനും കൂടുതൽ ബ്രാൻഡുകളെ ഇൻവെസ്റ്റ്മെന്റിനെയും രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരാനും ഫുട്ബോളിനെ ഉപയോഗിച്ചവരെ നമുക്കറിയാം. ഫുട്ബോളിനെ വളരെ നന്നായിട്ട് ഒരു ഫ്രം എ PR ആംഗിൾ ഉപയോഗിച്ചിട്ടുള്ള ബിസിനസ് ആളുകളെ നമുക്കറിയാം. ബെസോസിനെ സംബന്ധിച്ചിടത്തോളം ബെസോസ് ഹാസ് ട്രൈ ടു, പുള്ളി പൈസേന്റെ കുറവില്ല, പുള്ളി എർത്ത് ഫണ്ട് വഴിയും പല ഫിലാന്ത്രപ്പിക്കൽ ആംഗിൾ വഴിയും പുള്ളിയുടെ ഇമേജ് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ആമസോണിലൂടെയും ബ്ലൂ ഒറിജിനിലൂടെയൊക്കെ പുള്ളി, പിന്നെ വാഷിങ്ടൺ പോസ്റ്റിലൂടെയൊക്കെ പുള്ളി ചെയ്ത കൊള്ളരുതായ്മകളെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് രീതികളെ നമ്മളിപ്പം വിശദമായി അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, റവന്യൂ മാക്സിമൈസേഷന് വേണ്ടിയിട്ട് ഏത് രീതിയിലും പ്രൈവറ്റ് കമ്പനികൾ പോകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ബെസോസിന്റെ കീഴിലുള്ള കമ്പനികൾ. അപ്പം ബെസോസ് അവിടെ നിന്ന് എന്താണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഇൻവെസ്റ്റ് ചെയ്യാണ് ലിവർപൂളിൽ. അതിൽ 2 അതിൽ പൈസയും വരുന്നുണ്ട് ലിവർപൂളിലേക്ക്, അതിൻ്റെ കൂടെ ബാഗേജും വരുന്നുണ്ട്.
ലിവർപൂളിനെ എന്തുകൊണ്ട് പിക്ക് ചെയ്തു വിചാരിച്ചു കഴിഞ്ഞാൽ ലിവർപൂളിന് ഒരു ഓവർവെൽമിങ് പോസിറ്റീവ് PR ഉണ്ട് ഗ്ലോബലി. അത് അത്രയും വലിയൊരു ക്ലബ്ബാണ്, അത്രയും ഏജ് ഓൾഡ് ഫാൻസ് ഉണ്ട്. ഇറ്റ്സ് എ നോട്ട് ജസ്റ്റ് ഡെക്കേഡ്, സെഞ്ചുറീസ് ഓൾഡ് ക്ലബ്. ഇങ്ങനത്തെ എത്ര ക്ലബ്സ് ഉണ്ടാവും ഈ ഹൈ ലെവലിൽ ഫുട്ബോൾ കളിക്കുന്ന, ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള, ഇത്രയും കൂടുതൽ ട്രോഫീസ് നേടിയിട്ടുള്ള, ഇത്രയും കൂടുതൽ ഗ്ലോബൽ അപ്പീൽ നേടിയിട്ടുള്ള 10 ക്ലബ്ബ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാവില്ല. വേറെ ഏത് ക്ലബ്ബ് എടുത്താലും ഒന്നുകിൽ കുറവ് സക്സസ് നേടിയിട്ടുള്ള ക്ലബ്ബായിരിക്കും, അല്ലെങ്കിൽ കുറവ് ഫാൻ ഫോളോയിങ് ഉള്ള ക്ലബ്ബായിരിക്കും, അല്ലെങ്കിൽ കുറവ് ഗുഡ് PR ഉള്ള ക്ലബ്ബായിരിക്കും. ഇങ്ങനെ ഒരു 10 ക്ലബ്ബുള്ളൂ. അപ്പൊ ബെസോസിനെ സംബന്ധിച്ച് ഇഫ് യു വാണ്ട്സ് ടു സ്പോർട്സ് വാഷ്, അങ്ങനെ ആ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യില്ല. അങ്ങനെയൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് ഇങ്ങനത്തെ ഒരു ക്ലബ്ബ്. കാരണം പക്ഷെ ഈ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി ഈസ് ഗോയിങ് ടു ബി സ്മാർട്ട് അബൌട്ട് ഇറ്റ്. പുള്ളി നേരെ വന്നിട്ട് $6 billion ഓക്കെ 100% ടിക്കറ്റിംഗ് റവന്യൂ കൂട്ടി, ഓക്കെ ആമസോൺ ഷർട്ട് സ്പോൺസർ, ദാറ്റ് വിൽ ബി ദ ഈസി വേ. പുള്ളിക്ക് എന്തെങ്കിലും റൂത്ത്ലെസ് ആയി ചെയ്യണമെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഈസി വേ. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഈ അയാളുടെ അൾട്ടിമേറ്റ് എയിം ഓഫ് സ്പോർട്സ് വാഷിംഗ് ഫുള്ള് കൊള്ളാവുന്ന അയാൾക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് അയാള് പതുക്കെ തുടങ്ങി ഇതിനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിന് ചെയ്യുന്നതും, ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നോക്കുന്നതും, ഓരോ ഡിസിഷൻ എടുക്കുന്നതും ഒക്കെ. അപ്പം എൻ്റെ ഇതിലുള്ള ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് വെച്ചാൽ ഫുട്ബോൾ ഇംഗ്ലണ്ടിലടക്കം, ഇംഗ്ലണ്ടിൽ എസ്പെഷ്യലി, ഇംഗ്ലണ്ട് ഇസ് ഹോം ഓഫ് ലിവർപൂൾ, ഇംഗ്ലണ്ടിലടക്കം ലിവർപൂളിലെ ഫാൻസിന് ഗോയിങ് ടു ലിവർപൂൾ, ബീയിങ് എ സീസൺ ടിക്കറ്റ് ഓണർ, അല്ലെങ്കിൽ വാച്ചിങ് ദ മാച്ച് റെഗുലർലി, അത് ഭയങ്കര അൺഅഫോർഡബിൾ ആയിക്കൊണ്ടിരിക്കും. ഇപ്പം എത്രയോ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നോൺ ലീഗ് ഫുട്ബോൾ, ഇപ്പം ലിവർപൂളിനെ ഒഴിവാക്കിയിട്ട് ട്രാൻമിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ലിവർപൂളിൽ താമസിക്കുന്നത്. അതുപോലെ ഇംഗ്ലണ്ടിലുടനീളം അങ്ങനെ ചെറിയ ചെറിയ ക്ലബ്ബുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഒരു ലോക്കൽ ഇംഗ്ലീഷ് ക്രൗഡിന് ആ എക്കോണമിക്ക് ഇത് താങ്ങാൻ പറ്റില്ല, അഫോർഡബിൾ ആവില്ല. പക്ഷെ ഇവർക്കത് വേണ്ട. ആകെ ഒരു മാച്ചിൽ അവർക്ക് 56,000-60,000 ടിക്കറ്റ് സെല് ചെയ്താൽ അതിന് ടൂറിസ്റ്റായി വരുന്നവരുണ്ടാവും അത്രയും പേര്. They can afford to actually sell it, but they are not worried about local fans. They are not worried about local community. What they are worried about is using the brand and maximizing its potential. But for global fans like us, if there are fans like us, നമ്മളെപ്പോലുള്ള ഫാൻസ് ഉണ്ട്, നമ്മളെപ്പോലെ ഫാൻസ്, നമ്മൾ ഇതൊരു 50 കോടി 100 കോടി ക്ലബ്ബുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആയിട്ട് ഫുട്ബോളിൽ കാണുകയാണെങ്കിൽ അത് എക്സൈറ്റിംഗ് ആയിരിക്കും. പക്ഷേ എത്രത്തോളം ഒരു കോർ ഫുട്ബോൾ ഫാൻസിനെ, ഹരി പറഞ്ഞ ഒരു കോർ ഫുട്ബോൾ വാല്യൂസിനെ ഇവരുടെ ഭാവിയിലുള്ള ഓരോ ഡിസിഷൻസും എത്രത്തോളം ബാക്ക് ചെയ്യും, എത്രത്തോളം അങ്ങനത്തെ കാര്യങ്ങൾ ഇവർ റെസ്പെക്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് സംശയം ഉണ്ടാവും. ഷോർട്ട് ടേം, ഫൈനൽ 1 point, ഷോർട്ട് ടേം ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബ്രിങ് എ ലോട്ട് ഓഫ് ക്യാപിറ്റൽ ഇൻ ടു ദ ക്ലബ്. ഒന്ന്, അപ്പോൾ സൈനിങ്സ് കുറച്ചുകൂടി മെച്ചപ്പെടാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. രണ്ടാമത്തത് ബെറ്റർ, ഇപ്പൊ നമ്മള് ഷർട്ടിലുള്ള സ്പോൺസർഷിപ്പ് ഡീൽസ് തീരാൻ പോവാ വിത്തിൻ ഒരു കൊല്ലത്തിൽ. അതൊക്കെ ഇനി ബിഗർ ബ്രാൻഡ്, ഇപ്പൊ നമ്മൾ ഉണ്ടായിരുന്ന ബ്രാൻഡുകളല്ലാതെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ബ്രാൻഡുകളൊക്കെ ഫ്യൂ ബില്യൺ ഡോളേഴ്സ് റവന്യൂ ഉള്ള കമ്പനികളായിരിക്കും. അല്ലെങ്കിൽ ഒരു $50-60 billion ഒക്കെ മാക്സിമം ഒരു ഇയർലി കിട്ടുക. അതിന് കുറച്ചുകൂടി ബിഗർ ബ്രാൻഡ്സ്, ബിഗർ എക്സ്പോഷർ, യൂസിങ് ലിവർപൂൾ എവ്രിവെയർ ഗ്ലോബലി, അതൊക്കെ ഉണ്ടാവും. പിന്നെ at the end of the day, timing cannot be ignored. Timing happened exactly after World Cup. US-ൽ ഒരു വേൾഡ് കപ്പ് നടന്ന് അതിന്റെ US-ൽ അത്രയും ഫേമസ് ആയി ഫുട്ബോൾ. ഇപ്പൊ ഹാലൻഡിനും ഫെറാൻ ടോറസിനൊക്കെ US-ൽ ഇത്രയും ഫാൻ ഫോളോയിങ് ഉണ്ട്, ഇംഗ്ലീഷ് ക്ലബ്സിന് ഇത്രയും ഫാൻ ഫോളോയിങ് ഉണ്ടെങ്കിൽ അതെങ്ങനെ മാക്സിമൈസ് ചെയ്യാം, അതെങ്ങനെ ഒരു ബെറ്റർ യൂസ് ഓഫ് PR ആക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവും ബെസോസ് അടക്കം. അതിനൊക്കെ ഇനി എങ്ങനെ കാണണം എന്നുള്ളതാണ് നമ്മൾ. ഹരി, എനിക്ക് ഇപ്പം മിത്രം പറഞ്ഞ പോയിന്റ് സ്പോർട്സ് വാഷിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇതിനകത്തൊരു ഒരു നമ്മളിപ്പം പെപ് ഗാർഡിയോളനെ അല്ലെങ്കിൽ സിറ്റിയെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, നമ്മൾ റയൽ മാഡ്രിഡിനെ ആഘോഷിക്കുന്നുണ്ട്, ബാഴ്സനെ ആഘോഷിക്കുന്നുണ്ട്. ഇതിനകത്തൊരു റൈറ്റ് ആൻഡ് റോങ് എവിടെ വരയ്ക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതായത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡിന്റെ ഇതിട്ടിട്ട് നമ്മൾ ആക്സ ട്രെയിനിങ് സെന്റർ നമുക്കുണ്ട്. അപ്പോൾ നമുക്കിതൊരു പുതിയൊരു കാര്യം എന്ന രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല. കാരണം എന്താ പറയാ, ദിസ് ഇസ് ഹൗ ഈ ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ അസോസിയേഷൻ ഫുട്ബോൾ എന്ന കോമ്പറ്റീഷൻ ഈസ് ലൈക്ക് ദിസ്. യു നീഡ് ബില്യണയർ ഓണേഴ്സ് ആൻഡ് ബില്യണയർ ഓണേഴ്സ്, അല്ലാതെയുള്ള കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ലിവർപൂൾ പബ്ലിക് അല്ലെങ്കിൽ അവിടെ ഇപ്പം മിത്രം പറഞ്ഞ ആ ലോക്കൽ പോപ്പുലേഷൻ ഇതിനെ എങ്ങനെ എടുക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് സീരിയസ് സ്പോർട്സ് വാഷിംഗ് അല്ലെങ്കിൽ
ഈ ബില്യനേഴ്സ്, അമേരിക്കൻ ബില്യനേഴ്സ് എസ്പെഷ്യലി, അമേരിക്കൻ ബില്യനേഴ്സ് are very different from state owned Arab billionaires. അപ്പോ ആ ഒരു സ്റ്റേറ്റ് ഓൺഡ് അറബ് ബില്യനേഴ്സ് ആക്ച്വലി ഡോണ്ട് കെയർ അബൌട്ട് അമേരിക്കൻ പ്രസ് ഓർ ബ്രിട്ടീഷ് പ്രസ്. പക്ഷെ ഇവർക്ക് ദേ കെയർ അബൌട്ട് വാട്ട് പീപ്പിൾ ടോക്ക് അബൌട്ട് ദം. സോ ഐ തിങ്ക് വി ക്യാൻ എക്സ്പെക്ട് ടിക്കറ്റ് പ്രൈസസ് ബീങ് സ്ലാഷ്ഡ് ഓൾസോ. അതായത് ഈ കമേഴ്ഷ്യൽ റവന്യൂ കൂടുമ്പോൾ ദേ ക്യാൻ പോസിബിളി റെഡ്യൂസ് പ്രൈസസ് ഓൾസോ. ലൈക്ക് കാരണം ടിക്കറ്റിംഗ് is no longer going to be the biggest revenue earning for the club once the big so-called commercial deals take effect. അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും any that kind of കാരണം to impress the what do you call the local public or to show that we are 1892 holdings ന്റെ മറ്റ് PR വർക്കുകൾ ഇനി വരാൻ സാധ്യതയുണ്ട്. PR വർക്ക്സ് ഉണ്ടാവും, ടിക്കറ്റ് പ്രൈസ് കുറച്ചിട്ടുള്ള PR വർക്ക് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അമേരിക്കയാണ് ക്യാപിറ്റലിസത്തിന്റെ എന്താ പറയുന്നത്, അല്ല മുടിചൂടാൻ മഞ്ഞെന്നല്ല, അതിന്റെ പിറവിയും വളർച്ച എല്ലാം ഉള്ള സ്ഥലം അതാണ്. സോ അവര് വന്നിട്ട് ടിക്കറ്റ് പ്രൈസ് കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അതിൽ പിന്നെ ചിലപ്പോൾ ഉള്ളൊരു ക്രിസ് പറഞ്ഞതിനകത്ത് അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, ലൈക്ക് ബുദ്ധി ഇല്ലാത്തവരല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, എന്താ പറയുക, ഫുട്ബോൾ വൈസ് അവർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അതായത് സീസൺ ടിക്കറ്റും ബാക്കിയുള്ള മാച്ച് ഡേ ടിക്കറ്റിന്റെ ഒരു സെക്ഷൻ അത് അവർക്ക് അതിനകത്ത് ഒരു ലോക്ക് ചെയ്തിട്ട് അതിനകത്ത് പ്രൈസ് ഹൈക്ക് ഇല്ലാതെ കുറച്ച് നാൾ കൊണ്ടുപോയിട്ട്, കുറച്ച് നാൾ വെച്ചാൽ കുറച്ച് സീസൺസ് കൊണ്ടുപോയിട്ട് മിത്രം പറഞ്ഞ പോലത്തെ ഹോസ്പിറ്റാലിറ്റി അങ്ങനത്തെ ഇതിന്റെ നമ്പർ കൂട്ടി അത് കുറച്ച് ഹൈ ആയിട്ട് ചാർജ് ചെയ്ത് റവന്യൂ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം വേണമെങ്കിൽ നടത്താം. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. അല്ലാതെ അവര് ടിക്കറ്റ് പ്രൈസ് കുറച്ചിട്ടുള്ള പരിപാടികളിലേക്ക് നിൽക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല, പേഴ്സണലി തോന്നുന്നില്ല. ഈ ചിലപ്പോൾ ഈ കൺട്രി ഓൺഡ് ക്ലബ്സ് ചിലപ്പോൾ ചെയ്ത് തന്നെ, കാരണം എഗൈൻ അവർക്ക് ഈ മാച്ച് ഡേ റവന്യൂ അതൊന്നും ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. അവർക്ക് അതിനകത്തൊന്നും താല്പര്യമില്ല. ബേസിക്കലി അത് തന്നെയല്ല, അവര് ഇതിനകത്തൊരു ഡിഫറൻസ് കൂടി ഉണ്ട്. അവര് ആക്ച്വലി ദേ ആർ പാഷനേറ്റ് അബൌട്ട് ഫുട്ബോൾ. ബാക്കി നമ്മൾ അവരെ കുറിച്ച് എന്തൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഇതിനോട് പാഷനും കൂടിയുള്ള ആൾക്കാരാണ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫുട്ബോൾ എന്താ പറയുന്നത്, അവിടെ ഒരു ഫുട്ബോൾ കൾച്ചറുള്ള സ്ഥലം തന്നെയാണ്. അമേരിക്ക ഡോണ്ട് ഹാവ് ദാറ്റ്. ഇപ്പൊ അവർക്ക് ന്യൂലി ഫോണ്ട് ലവ് ഉണ്ടെങ്കിൽ പോലും അവർ അവിടെ ഒരു ഫുട്ബോൾ കൾച്ചറുള്ള സ്ഥലമല്ല. സോ എന്താ പറയുക, കൺട്രി ഓൺഡ് മറ്റേ ക്ലബിന്റെ ഓണേഴ്സ് ചെയ്താൽ പോലും ഇവർ ചെയ്യുന്ന ആ ടിക്കറ്റ് പ്രൈസ് സ്ലാഷ് ചെയ്യുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. പിന്നെ ഈ പറഞ്ഞ മോറൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു ഫൈൻ ലൈനാണ് ആക്ച്വലി. ഇപ്പൊ നമ്മള് എന്താ പറയാ, ആമസോണിനെ കുറിച്ച് നമുക്ക് ഒബ്വിയസ്ലി വർക്കർ റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുന്നത്, വർക്കേഴ്സ് റൈറ്റിനെ പുല്ലുവില കൊടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് ലേബർ ഇഷ്യൂസ് ഒക്കെ ഉള്ള സ്ഥലമാണ് ആമസോൺ. അതില്ലാത്ത ഒരു ക്യാപിറ്റലിസ്റ്റ് കമ്പനി ലോകത്തുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു സൈഡിൽ നിൽക്കട്ടെ. അതല്ലാതെ തന്നെ ഇപ്പൊ നമുക്ക് അവരെ കുറിച്ച് ഏറ്റവും പറയാവുന്നത് അവരുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇസ്രായേലിനും അതുപോലെയുള്ള എന്താ പറയുന്നത് ജനോസൈഡ് മാനിയാക്സ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് പറയാവുന്ന സാധനം. അത് നമ്മളിപ്പോൾ പേഴ്സണലി ഒരുവിധം ലിവർപൂൾ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള, ഞാൻ ഗ്ലോബൽ ഫാൻ ബേസിന്റെ കാര്യമല്ല പറയുന്നത്, ലിവർപൂൾ ഈസ് എ ലെഫ്റ്റ് ലീനിങ് സിറ്റി. അവരുടെ ഒരു പൊളിറ്റിക്സിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് വിസിബിളി ഒരു പ്രോ പാലസ്റ്റീൻ സ്റ്റാൻഡ് എടുത്തേക്കുന്ന ഒരു സിറ്റി കൂടിയാണ്. ഐ മീൻ സിറ്റി അല്ലെങ്കിൽ പോലും ഒരു ഫാൻ ബേസ് കൂടിയാണ് ലിവർപൂൾ ഫാൻ ബേസ്, ലിവർപൂളിന്റെ ലോക്കൽ ഫാൻ ബേസ്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടുള്ളതാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ആക്സയ്ക്കും ഇപ്പൊ നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ട് സ്പോൺസർ ചെയ്യുന്നത് ആക്സയാണ്. ആക്സയ്ക്കും ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു 8 out of 10 ക്യാപിറ്റലിസ്റ്റ് ഫേംസ് എടുത്താൽ ഏതെങ്കിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷത്തിൽ ഇസ്രായേലുമായിട്ട് കണക്ഷൻസ് ഉണ്ടാവും അവർക്ക്. കാരണം ഇസ്രായേൽ അഗെയിൻ അമേരിക്കയുടെ റൈറ്റ് ഹാൻഡ് ആണ്. അമേരിക്കൻ കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ 10 out of 10 ഉണ്ടാവും ചിലപ്പോൾ കണക്ഷൻസ്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന നമ്മളാരും ആമസോണിൽ നിന്ന് സാധനങ്ങൾ മേടിക്കലും നിർത്തിയിട്ടില്ലല്ലോ. ഞാനാണെങ്കിലും നീ ആണെങ്കിലും ആമസോണിൽ നിന്ന് സാധനങ്ങൾ നമ്മൾ അത്രയ്ക്ക് പൊളിറ്റിക്സിലേക്ക് നമ്മൾ ഇതിനകത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളത് നിർത്തണം. ആക്ച്വലി ബേസിക്കലി ഐ വിഷ് ഐ കുഡ് ഡു ദാറ്റ്. പക്ഷെ പറ്റില്ല, കാരണം നമ്മൾ ഇതിനകത്തേക്ക് ഇതിന്റെ സൈഡിലേക്ക് നമ്മൾ വീണ് കിടക്കുന്ന ആൾക്കാരാണ്. സോ അത്ര നമ്മൾ ഇന്റൻസ് ആയിട്ട് അതിന്റെ പൊളിറ്റിക്കൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമുക്ക് വല്ല കാട്ടിൽ പോയി ജീവിക്കേണ്ടി വരും. അല്ലാതെ നിലവിലുള്ള സൊസൈറ്റിയുടെ റൂൾസിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ്, മിത്രൻ പറഞ്ഞ പോലെ ഇഫ് ദേ ഇവൻച്വലി ടേൺ ദിസ് ഇൻ ടു എ ഹോം ഓഫ് ടൂറിസ്റ്റ്, ആ ടൂറിസ്റ്റിൽ നമ്മൾ പെടുമെങ്കിൽ പോലും നമ്മൾ പോലത്തെ ടൂറിസ്റ്റുകളല്ല ഉദ്ദേശിക്കുന്നത്.
നമ്മളിപ്പോ ഈ ഫാർ ഈസ്റ്റിലുള്ള ഫാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ദേ ആർ പാഷനേറ്റ്. അങ്ങനെ പാഷനേറ്റ് അല്ലാത്ത ഇതൊരു എന്താ പറയുന്നത്, ഇപ്പൊ ലിവർപൂൾ സ്കൗസേഴ്സിന്റെ ഫാൻസിൽ ഭാഷയിൽ പറഞ്ഞാൽ ഡേ ട്രിപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു, ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, നമ്മള് ഈജിപ്തിൽ പോയാൽ പിരമിഡ് കാണാൻ പോണ പോലെ ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ ആൻഫീൽഡ് കാണാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവിടെ ഒരു കളി കാണാൻ വരുന്ന ഒരു ഫാൻസ് മെജോറിറ്റി അറ്റൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറ്റിക്കഴിഞ്ഞാൽ വാട്ട് വി ലവ് അബൌട്ട് ദി ക്ലബ് വിൽ ബി ലോസ്റ്റ്. അതായത് ബേസിക്കലി നമ്മളിപ്പോ എന്താ പണ്ട് അത് ട്രോള് കിട്ടിയ സാധനമാണെങ്കിൽ പോലും യർഗൻ ക്ലോപ്പിനെ പോലുള്ള ഒരു മാനേജർ പോയിട്ട് വെൽക്കം ടു ആൻഫീൽഡ് എന്ന് പറയുന്നത് ഈ പുള്ളിക്ക് ആൻഫീൽഡിന് മേലൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ഹി വാസ് റൈറ്റ് until our goalkeeper made some blunders. He was right about it. He outplayed them. അത് 3-0 ബാഴ്സലോണയ്ക്കെതിരെ നിന്നിട്ട് 4-0 ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മുടെ മെയിൻ 2 പ്ലേയേഴ്സിലെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ആൻഫീൽഡ് വാസ് ആൻ ഇൻഫ്ലുവൻസ്. ആ പറയുന്ന ആൻഫീൽഡ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഡേ ട്രിപ്പേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഉണ്ടാക്കിയ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലത്. ഇറ്റ്സ് ബേസിക്കലി ക്രിയേറ്റഡ് ബൈ പീപ്പിൾ ഹു ലവ് ദി ക്ലബ്, പീപ്പിൾ ഹു നോ വാട്ട് ഈസ് ദി ക്ലബ് എന്നുള്ള അങ്ങനത്തെ ആൾക്കാരുകളാണ്. അപ്പോൾ അവരേക്ക് ഇത് അൺഅഫോർഡബിൾ ആയിട്ട് മാറി റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് മൊത്തം സ്റ്റേഡിയം മുഴുവൻ എന്താ പറയുന്ന ഈ പറയുന്ന ടൂറിസ്റ്റുകൾ അതൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയിട്ട് മാറുവാണെങ്കിൽ ഈവൻ വി വിൽ ഓൾസോ ഫോൾ ഔട്ട് ഓഫ് ലവ് വിത്ത് ദി ക്ലബ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വാട്ട് എവർ സക്സസ് ദേ മേ ഗെറ്റ്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്റെ ഭാഗങ്ങളിൽ ഇതൊക്കെ പെടുന്നതാണല്ലോ. ഇറ്റ്സ് പാർട്ട് ഓഫ് വാട്ട് വി ലവ് ലിവർപൂൾ ആസ് എ ക്ലബ്. അപ്പോ അതാണ് എന്റെ മെയിൻ വറി ഇതിനകത്ത്. ഓക്കെ, ബാക്കി മനുഷ്യാവകാശ ധ്വംസനങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ജനോസൈഡ് സപ്പോർട്ടോ ഒന്നും എന്റെ കൺസേൺ അല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, അതെല്ലാം കൺസേൺ തന്നെയാണ്. ഐ വിഷ് വി കുഡ് അവോയ്ഡ് ദിസ്. പക്ഷേ ലോകം അങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് ഇതല്ലാത്ത ഒരാൾക്കാർ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ FSG ഇത് ആര് വി ഗെറ്റ് ഒരു ഡിഗ്രിയിൽ ചേഞ്ച് വരും എന്നുള്ളതല്ലാതെ ക്ലീൻ ആയിട്ടുള്ള ഒരാൾക്കാരെ നമുക്ക് നല്ല ആർക്കും കിട്ടാൻ പോകുന്നില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊന്നും ഇങ്ങനത്തെ പൈസ ഉണ്ടാവില്ല. ശബരി, നമ്മുടെ how does what next, that's the question now. What is next, what is going to happen in the next, ഇപ്പം ഇതൊരു എന്താ പറയാ, we are in the middle of a deal actually. ഇതൊരു ഡീൽ തീർന്ന ഡീൽ അല്ല. over the next course of 18 months or 12 months a lot is going to change. എസ്പെഷ്യലി ഇപ്പൊ ഫുട്ബോളിംഗ് സൈഡ് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു അമിത് ഭാട്ടിയ വൈസ് ചെയർമാൻ ആയ സ്ഥിതിക്ക് ഐ തിങ്ക് ഹി വിൽ ബി ദ വൺ ഹൂസ് മേക്കിംഗ് മോസ്റ്റ് ഓഫ് ദ സ്പോർട്ടിംഗ് കോൾ. മൈക്ക് ഗോർഡനെക്കാട് അല്ലെങ്കിൽ അയാൾ അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതോടൊപ്പം ഞാൻ പറയുന്നത് ഈ ജെഫ് ബെസോസും ഈ ഇവര് വരുമ്പോഴേക്കും ദ ഫാക്ട് ഞാൻ ശരിക്കും ഇപ്പോഴും ആലോചിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് മറ്റേ അമിത് ഭാട്ടിയ ഹു വെന്റ് ആൻഡ് ഫൗണ്ട് ജെഫ് ബെസോസ് ആൻഡ് സാവറിൻ, ഇസ് അതർ വേ അറൗണ്ട്. And it's also very tactical in the sense they found a immigrant. It's a immigrant brown man, so it makes a lot for a left-leaning city like Liverpool. It's not a white guy, a suit guy who's coming and sitting. It's a immigrant. എന്താ പറയാ, ആ ഒരു ഫീൽ ആണ് വരുന്നത്. എസ്പെഷ്യലി പിന്നെ ഇന്ത്യ കണക്ഷൻ ഒബ്വിയസ്ലി ഒരു ഹ്യൂജ് മാർക്കറ്റ്. US കഴിഞ്ഞാൽ ഇനിയിപ്പോ നെക്സ്റ്റ് ഓവർ ദ നെക്സ്റ്റ് സൗത്ത് ഏഷ്യ നെക്സ്റ്റ് 20-30 years ഇവിടെയാണ് സൗദി ലീഗും ഇതും ഇവിടെയൊക്കെ കുറെ സാധ്യതയുണ്ട്. സോ വാട്ട് ഈസ് നെക്സ്റ്റ് ശബരി, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് 12 months 18 months? സോ ബേസിക്കലി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എസ്പെഷ്യലി യൂറോപ്യൻ ഫുട്ബോൾ ടീംസ്, ഈവൻ ദ ടോപ്പ് ടീംസ് ഇൻ യൂറോപ്പ്, ദേ ആർ നോട്ട് ഒരു എന്തുവാ, അതൊരു പ്രോപ്പർ ബിസിനസ് എൻറ്റിറ്റി ഒന്നുമല്ല. ലൈക്ക് വേർ ദേ ആർ മേക്കിംഗ് മണി. എനി ബിസിനസ് ഇസ് റൺ ടു മേക്ക് മണി, ബട്ട് നൺ ഓഫ് ദീസ് ക്ലബ്സ് including Liverpool are cash rich at the end of the day. അതായത് ഫൈനൽ P&L സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ they are still all most of the times they are cash barely profitable ഒക്കെ ആയിരിക്കും ചില സമയത്ത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബിസിനസ്സിലോട്ട് still why people are coming and buying, especially an American capitalist, is basically for a very pure reason. അവരുടെ കമേഴ്ഷ്യൽ ആൻഡ് ബ്രാൻഡ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എത്ര ലോസ് മേക്കിംഗ് അസറ്റ് ആയാലും ഫുട്ബോൾ ടീംസിന്റെ വാല്യുവേഷൻ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കും. ലിവർപൂളിന്റെ കാര്യം എടുത്താൽ തന്നെ ഫ്രം 300 million ടുഡേ ഇറ്റ് ഇസ് ക്ലോസ് ടു 7 billion. ആ ഒരു ജേർണിയിലാണ് നിൽക്കുന്നത്. ഡിസ്പൈറ്റ് മോസ്റ്റ് ഓഫ് ദ ഇയർ, ഈ കഴിഞ്ഞ ഒരു 25 വർഷം എടുത്തു കഴിഞ്ഞാൽ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ ഇയർ ലാസ്റ്റ് ഫൈനൽ P&L സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഈ ക്ലബ് എല്ലാം ക്യാഷ് ബേണിംഗ് ആയി.
After tax, it's like 1 million, 2 million. അത്രേ ഉള്ളൂ. Hardly it is there, but still people are investing on this, right? അപ്പൊ അത് basically it's nothing but for that soft power that what they want. ആ ഒരു നേരത്തെ മിത്രൻ പറഞ്ഞൊരു ഗ്യാങ് ഇപ്പൊ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി entire Abu Dhabi ecosystem, the tourist ecosystem of Abu Dhabi and by far UAE is pivoted around Manchester City and the entire Etihad story that they wanted to say. അതേപോലെ തന്നെ പല ആളുകളും ഇതിനെ പിവറ്റ് ചെയ്തിട്ടുണ്ട്. സോ വൈ ആ ഒരു പിവറ്റാണ് ഇവർ ഇതിൽ കാണുന്നത്. അമിത് ഭാട്ടിയെ പോലത്തെ ഒരാളിനെ വെക്കുമ്പോൾ ആസ് എ ബ്രാൻഡ് ലിവർപൂൾ ഇസ് വെരി, ഐ തിങ്ക് ലിവർപൂൾ ഇസ് വെരി സ്ട്രോങ് ഇൻ ദ വെസ്റ്റ്, very strong in far east, you can say, Japan and even towards Thailand, Korea, area, and even Australia. I think Australia ഏറ്റവും most supported the team Liverpool. Even beyond at least the most supported English team will be is Liverpool. Appo Bhatia brings in a market where like we are not very strong. Maybe India and the subcontinent market where we are not very, very strong as a brand. Because unfortunately when Premier League was started happening, Liverpool were not at their best. ഇപ്പോഴാണ് ആ ഒരു ബ്രാൻഡ് റിവൈവലും മറ്റു കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ഐ തിങ്ക് ഐ ആം സെൻസിങ് ലോട്ട് ഓഫ് subcontinent, especially India related lot of PR activities are going to come. Indian media already അതിലോട്ട് എടുക്കും, and especially with Mittal being involved. More than Bhatia, Mittal is also an owner of Rajasthan Royal, and അവരുടെ ഏറ്റവും വലിയ ഓണർ മിത്തലാണ്. അപ്പൊ ആ ഒരു ലോട്ട് ഓഫ് ഇന്ത്യൻ റിലേറ്റഡ് PR നമുക്കിപ്പോൾ ചിലപ്പോൾ ലിവർപൂളിൽ കാണാൻ പറ്റും. മേ ബി സം ഡേ വി ഡോണ്ട് നോ, മേ ബി they can even someday come and play here. We can speculate. സോ ആ ഒരു ബ്രാൻഡ് ഈ ഒരു മാർക്കറ്റിൽ ഒരുപാട് ഓപ്പൺ അപ്പ് ചെയ്യാൻ കാണുന്നുണ്ട്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഐ ഡോണ്ട് തിങ്ക് ഒരു ട്രാൻസ്ഫർ വാർ ചെസ്റ്റോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇതിൽ ചെയ്യാൻ പോകുന്നില്ല. ദാറ്റ്സ് ടോട്ടലി ഔട്ട് ഓഫ് ഇറ്റ്. കാരണം ഓൾറെഡി അറ്റ് ദിസ് ഗിവൺ പോയിന്റ് ഓഫ് എ ടൈം ലിവർപൂൾ ഇസ് എ ക്ലബ് വിച്ച് സ്ട്രിക്ട്ലി അബൈഡ് ടു ദ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റൂൾസ്. അപ്പൊ അത് FSGയുടെ ഒരു മെയിൻ മോട്ടോ ആണ്. ആൻഡ് ഐ എം ഷുവർ വെൻ ദിസ് കൺസോർഷ്യം ഗോട്ട് ഓൺ ബോർഡഡ് they are also on a similar page. എനിക്ക് തോന്നുന്നില്ല ഒരു ട്രാൻസ്ഫർ റിലേറ്റഡ് വാർ ചെസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇമ്മീഡിയറ്റ്ലി നമ്മൾ പ്രതീക്ഷിക്കണം എന്നില്ല. ബട്ട് സ്റ്റിൽ ഓഫ് കോഴ്സ് വർക്കുള്ള വരണം, ജോക്സ് സൈഡ്, ദാറ്റ്സ് ഡിഫറെന്റ്. ബട്ട് യാ അത് വരും. അപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് മോർ ലോട്ട് ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഇസ് ഗോയിങ് ടു കം ഔട്ട്. ഐ മീൻ വി ആർ ഗോയിങ് ടു FSGയുടെ ഒരു വീക്ക്നെസ് ചിലപ്പോൾ അതായേക്കാം. കാരണം they are very sport related and they know they are shrewd operator of being a sport, managing a sport team. But are they a shrewd operator or of managing a brand? These two are two different things. I think that's a very good point. FSG whatever ഹരി കഴിഞ്ഞ 15 വർഷമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ. പക്ഷെ FSG റെഡ് സോക്സിന്റെ ഓണേഴ്സ് ആയിട്ടും ലിവർപൂളിന്റെ ഓണേഴ്സ് ആയാലും they have not diluted the mysticism, they have not diluted the romance of the club. അല്ലെങ്കിൽ ഇപ്പം even if you look at Red Sox, they sing the same songs, green wall, they have maintained the sanctity of the franchise. അവരുടെ ഭാഷ പറഞ്ഞ ഫ്രാഞ്ചൈസ്. റെഡ് സോക്സിന്റെ ഫെൻവേ പാർക്ക് കണ്ടാൽ everybody says wow, this is പഴയ ഒരു സ്റ്റേഡിയം. ഞാൻ ഫെൻവേയിൽ പോയിട്ടുള്ളതോട് പറയാം, വളരെ ഇൻഫാക്ട് ആൻഫീൽഡിനേക്കാൾ ഔട്ട്ഡേറ്റഡ് ആണ് ഫെൻവേ പാർക്ക് കണ്ടു കഴിഞ്ഞു. കാരണം അതിന്റെ ഒരു മിസ്റ്റിസിസം അവര് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പം when Gillett and Hicks came to Liverpool, it was like spade on the ground in 30 days എന്നൊക്കെ പറഞ്ഞ് ഒരു എവിടെയോ കുഴിച്ചിട്ട് അവർ പോയി. and there was supposed to be a new stadium. പക്ഷെ FSG came on board, even though I think expanding Anfield is more expensive if you look at the adinte what do you call town rights um acquiring rights ഒക്കെ നോക്കി കഴിഞ്ഞാൽ അതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും അവർ ഇതിന്റെ എക്സ്പാൻഡ് ചെയ്തു. അത് that was one of their key qualities. We are still playing at Anfield, we are not playing at Etihad or a Sport Direct Arena or even you look at Bayern Munich, they are playing at Allianz Arena, they are not playing അവരുടെ സ്റ്റേഡിയത്തിന്റെ Emirates. ഇപ്പോൾ Arsenal is playing at Emirates. സോ ആ ഒരു സാങ്ക്ടിറ്റി FSG മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈസിലി സെൽ നെയിമിംഗ് റൈറ്റ്സ് ഫോർ ആൻഫീൽഡ് ആൻഡ് യു ഗെറ്റ് ഈസിലി ബിഗ് മണി കിട്ടും.
അത് മാറാൻ സാധ്യതയുണ്ടോ? ഹൗ ഡു യു തിങ്ക് ലൈക് ദോസ് കൈൻഡ് ഓഫ്? എനിക്ക് തോന്നുന്നില്ല അത്രയും അവരെ പോകും. കാരണം അത് വന്ന് ഭയങ്കര ഒരു ഹോസ്റ്റൈൽ എൻവയോൺമെന്റിലോട്ട് പോകും. എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ദേ ആർ ഓൾസോ സ്മാർട്ട്. എത്രയൊക്കെ പറഞ്ഞാൽ ഈ ബെസോസും ആളുകൾ ഇവരൊക്കെ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ആളുകളല്ല. അവർക്ക് നമ്മളെല്ലാം നേരത്തെ പറഞ്ഞ മാതിരി ബെസോസിന് ഇതിന് ലിവർപൂളിനെ വാങ്ങണം എന്നുണ്ടെങ്കിൽ യു കുഡ് ഹാവ് ഈസിലി കം അപ്പ്, ബി ദ ഫേസ് ഓഫ് എവറിത്തിങ് ആൻഡ് ഗോട്ട് ദ ഫുട്ബോൾ ക്ലബ്. ബിക്കോസ് ഹി ഹാസ് സോ മച്ച് ഓഫ് മണി ഇൻ ഹിസ് പോക്കറ്റ് ദാറ്റ് ഹി ക്യാൻ ഡു ഇറ്റ് ഓൺ ഹിസ് ഓൺ. പക്ഷെ അയാൾ അത് ചെയ്യാതെ ഇങ്ങനെ ഒരു കൺസോർഷ്യത്തിനെ തന്നെ കൊണ്ടുവന്നത് തന്നെ ഇതിനെ ഒരു ബ്രാൻഡായിട്ട് പിവിറ്റ് ചെയ്യാൻ. I don't think they will make the mistake of changing the core ethos of the club. എനിക്ക് തോന്നുന്നില്ല. I mean, but I think what is going to happen is, as a brand we are going to exponentially grow. ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ചാർട്ടേഡിന് പകരം ഇനി വരാൻ പോകുന്ന ഷർട്ട് സ്പോൺസർ ചിലപ്പം അതിലും വലിയൊരു ബ്രാൻഡ് ആയിരിക്കും. ലൈക്ക് മേ ബി എ ഗ്ലോബൽ ബ്രാൻഡ്. That will definitely happen. അത് regardless of them coming in, that was definitely going to happen. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ പോലും നെക്സ്റ്റ് ഇയറിൽ ഐ ഡോണ്ട് തിങ്ക് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരു ബിഗർ ബ്രാൻഡ് എന്തായാലും വരും അതിനകത്ത്. ഓക്കെ, ആസ് ഓഫ് നൗ വാട്ട് വി നോ ഇസ് ദാറ്റ് FSG പറഞ്ഞിരിക്കുന്നത് ഇതൊരു എക്സിറ്റ് സ്ട്രാറ്റജി അല്ല എന്നാണ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് നമുക്ക് അതിന്റെ ഫേസ് വാല്യൂ എടുക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് അവർ ഒരു മാർക്കറ്റ്, അവരുടെ ഫെൻവേ ഗ്രൂപ്പിന്റെ ഒരു മാർക്കറ്റിന്റെ അവരുടെ ഇൻവെസ്റ്റേഴ്സിനെ ഡീൽ ചെയ്യുന്ന കാര്യമായിരിക്കും. ദ ക്വസ്റ്റ്യൻ നൗ കംസ് ടു, ഇപ്പൊ ഇത് കാണുന്ന ഒരുപാട് പേർക്ക് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ വിഷയങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. ഉണ്ടായവരുണ്ടാവും. വാട്ട് ഹാപ്പൻസ് ഓൺ ദ പിച്ച്, അതാണ് ഇവൻച്വലി ഇസ് ഗോണ ഡിസൈഡ്. ദാറ്റ് ഇസ് വാട്ട് വി ഷുഡ് ടോക്ക് അബൌട്ട്. സ്പോർട്ടിംഗ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മിത്രൻ പറയും. നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ഷൻ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വാട്ട് FSG ഡിഡ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. FSG വന്ന സമയത്ത് ലിവർപൂൾ വാസ് not the best performing club. അല്ലെങ്കിൽ Liverpool was not in the best shape in terms of transfers, in terms of the way the club was going, in terms of keeping the best players, in terms of sporting success. We had success, like in between success ഉണ്ടായിരുന്നു. പക്ഷേ from an emotional point of view, fans were not most ecstatic about watching football. ഫുട്ബോൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് അത് ഉണ്ടായിരുന്നില്ല. ലൈക്ക് ചാമ്പ്യൻസ് ലീഗ് വിൻ കഴിഞ്ഞ് ഒരു ചാമ്പ്യൻസ് ലീഗ് 2005 ചാമ്പ്യൻസ് ലീഗ് വിൻ കഴിഞ്ഞ് പിന്നെ ഒരു ഫൈനൽ കഴിഞ്ഞ് പിന്നീട് 8-9 ഒരു ക്ലോസ് ലീഗ് ടൈറ്റിൽ ഇതല്ലാതെ ലിവർപൂൾ വെർ നോട്ട് കൺസിഡേർഡ് ആസ് ഈക്വൽ ആസ് എവരിവൺ എൽസ്. നമുക്ക് കുറച്ചും കൂടി വി ഹാഡ് ടു ഗോ ഈവൻ ഫർദർ. നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്, നമുക്കറിയാം. വി ആർ നോട്ട് ദ മോസ്റ്റ് എക്സൈറ്റഡ്. ഇഞ്ചുറീസിൻ്റെ ഇഷ്യൂ, ബിഗർ പ്ലേയേഴ്സ് പോകുന്നതിൻ്റെ ഇഷ്യൂ, പിന്നെ നമ്മൾ വിചാരിച്ച പ്ലേയേഴ്സ് വരാത്തതിൻ്റെ ഇഷ്യൂ, അങ്ങനെ കുറേ പിന്നെ അഗെയിൻ ഗോയിങ് ഇൻ ടു അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു ത്രെറ്റ് ഉണ്ട്. അവിടുന്ന് FSG വന്നിട്ട് FSG ചെയ്ത കാര്യങ്ങൾ, FSG ഈ പറഞ്ഞ പോലെ ശബരി പറഞ്ഞ പോലെ കോർ ഇമോഷണൽ വാല്യൂസ് ഓഫ് ഫുട്ബോൾ ഉണ്ടല്ലോ, ഗെറ്റിംഗ് ഫാൻസ് എക്സൈറ്റഡ് ടു വാച്ച് ഫുട്ബോൾ, കീപ്പിംഗ് ദം ഇമോഷണൽ അബൌട്ട് അവരുടെ ഒരു വികാരത്തെ മാനിച്ചുകൊണ്ട് വികാരം അങ്ങനെ തിളപ്പിച്ച് നിർത്തണം. ആൻഫീൽഡിനെ പറ്റി ഫുട്ബോൾ കാണുമ്പോൾ നമുക്കൊരു സ്പിരിറ്റ് വാങ്ങണം. അതിൻ്റെ ഇടയ്ക്ക് നല്ല പ്ലേയേഴ്സിനെ വാർത്തെടുക്കണം. നല്ല ലിവർപൂളായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മാനേജർ വേണം. അത്രയും നല്ല രീതിയിൽ ക്ലബിനെ ഒരു സ്റ്റിൽ ഫാൻസിനെ എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടൊരു എൻറ്റിറ്റി ആയിട്ട് നിലനിർത്തണം. അതാണ് FSGക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ FSG ഡിഡ്ന്റ് വാണ്ട് ടു ബി ലൈക്ക് സൂപ്പർ സക്സസ്ഫുൾ. അവരതിനുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. അതിനുള്ള രീതിയിലുള്ള ഒറ്റയടിക്ക് 200, 300, 400 മില്യൺ പ്ലേയേഴ്സിന് എല്ലാ സമ്പർക്കം, അതല്ല അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം they want to make the most out of what they have. അത്രേ ഉള്ളൂ. അത് ഓവർ അച്ചീവ് ചെയ്യുക എപ്പോഴും. spend what is enough and get the most out of players. അങ്ങനത്തെ ബാക്കി use the emotional value of Liverpool, use the emotional pull of Jurgen Klopp, use the sort of management skills of Jurgen Klopp. അങ്ങനെ മാക്സിമൈസ് ചെയ്യാന്നുള്ള രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് FSG ചെയ്തത്. പക്ഷേ what FSG did really good was getting really good value for money signings. അപ്പം പിന്നെ they had the best manager for Liverpool at the top. അപ്പം they could merge both. It's like the best of both worlds in terms of off the field and on the field. അപ്പം they could get relatively good success for a football club over a period of time. നല്ല സക്സസ്, എല്ലാ ട്രോഫിയും കിട്ടി, എല്ലാ കൊല്ലം ലീഗിന് വേണ്ടി കമ്പീറ്റ് ചെയ്തു, ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി മൾട്ടിപ്പിൾ ടൈംസ് കമ്പീറ്റ് ചെയ്തു, 3 ഫൈനലെത്തി. അപ്പം അവർക്ക് സ്പോർട്ടിംഗ് സക്സസ് ഉണ്ടായിരുന്നു വിത്തൗട്ട് സ്പെൻഡിങ് ലൈക്ക് 500 million, 600 million on transfers every year. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഇതെന്ന് പറഞ്ഞാൽ
അമിത് ഭാട്ടി ഈസ് നോട്ട് നോൺ ഫോർ സ്പോർട്സ് സക്സസ് അറ്റ് QPR. QPR പുള്ളി ഉണ്ടായിരുന്ന കാലം, ടോണി ഫെർണാണ്ടസിന്റെ കീഴിൽ വൈസ് ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന കാലം പ്രീമിയർ ലീഗിൽ വന്നു, കുറെ ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്തു, പിന്നീട് തിരിച്ചുപോയി. പിന്നീട് പുള്ളി ചെയർമാൻ ആയിരുന്നു 2018 മുതൽ 23 വരെയുള്ള ടൈമിൽ. QPR വാസ് ഹരിന്റെ ഭാഷയിൽ സെലിബ്രേറ്റിംഗ് മീഡിയോക്രിറ്റി. അപ്പോ എപ്പോഴും സ്പോർട്ട് ഒരു മിഡ് ടേബിൾ, ലോവർ മിഡ് ടേബിൾ ക്ലബായിട്ട് ഇങ്ങനെ സ്ഥിരമായി നിന്നിരുന്നു. അവിടെയാണ് ഈ സ്പോർട്ടിംഗ് ഡിസിഷൻസ് ഓഫ് FSG, ഡൂയിങ് എവറിത്തിങ് ബേസ്ഡ് ഓൺ ഡേറ്റ മോഡലിംഗ്, getting the right people to take decisions for sporting decisions and on the field tactical decisions. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു സ്പോർട്സ് മൈൻഡ് ഉണ്ടായിരുന്നു FSGക്ക് ടു ഡു ദോസ് തിങ്സ്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലോപ്പിനെ ഹയർ ചെയ്യാൻ പറ്റി, സ്ലോട്ടിനെ റൈറ്റ് ടൈം ഹയർ ചെയ്യാൻ പറ്റി, റൈറ്റ് ടൈം സാക്ക് ചെയ്യാൻ പറ്റി, റോജേഴ്സിനെ ഹയർ ചെയ്യാൻ പറ്റി, റോജേഴ്സിനെ റൈറ്റ് ടൈം സാക്ക് ചെയ്യാൻ പറ്റി, കുറേ നല്ല പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റി, ചില പ്ലേയേഴ്സിനെ വിറ്റിട്ട് മോണിറ്റൈസ് ചെയ്തിട്ട് അത് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി. കുറേ നല്ല നല്ല ഡിസിഷൻസ് അവർ എടുത്തിട്ടുണ്ട്. വി കൻ ഓൾവേസ് ആർഗ്യൂ ദാറ്റ് ദേ കുഡ് ഡു ബെറ്റർ, ദേ കുഡ് സ്പെൻഡ് ബെറ്റർ, ദേ കുഡ് ബോട്ട് മോർ പ്ലേയേഴ്സ്, അതൊക്കെ പറ്റും. പക്ഷേ വാട്ട് ദേ ഡിഡ്, അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് സക്സസ് തന്നിട്ടുള്ളൂ റിലേറ്റീവ്ലി. ദേ കുഡ് ഒബ്വിയസ്ലി വിൻ മോർ ചാമ്പ്യൻസ് ലീഗ്, വിൻ മോർ ലീഗ്സ് ഒക്കെ. പക്ഷേ അവർ ആ സക്സസ് നിലനിർത്തിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ബ്രാൻഡിനെ വളർത്തിയിട്ടുണ്ട്. ഒരു $300-400 million വാല്യൂഷൻ ഇപ്പോൾ $7 billion എത്തുന്നത് അവർ ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ് ആ ബ്രാൻഡിന്റെ വിസിബിലിറ്റി കൂട്ടുക, കൂടുതൽ ബ്രാൻഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, അങ്ങനെ കൊണ്ടുവന്നിട്ടാണ്. അതോടൊപ്പം ഓൺ ദ ഫീൽഡ് വി പ്ലേഡ് ബെറ്റർ, വി ഹാഡ് ഗ്രേറ്റ് മൊമെന്റ്സ്. ഡോട്ട്മുണ്ട് മാച്ച് അറ്റ് ആൻഫീൽഡ് മുതൽ ബാഴ്സലോണ മാച്ച് അറ്റ് ആൻഫീൽഡ് വരെ നമുക്ക് ലൈക്ക് വി ഹാഡ് സോ മെനി ഗ്രേറ്റ് മൊമെന്റ്സ് ഓൺ ദ ഫീൽഡ് ഓൾസോ. അത് മാറുമോ, ഇവർക്ക് മെജോറിറ്റി ഓണർഷിപ്പ് കിട്ടിയാൽ, അമിത് ഭാട്ടിക്ക് അത് കിട്ടിയാൽ മാറുമോ എന്നുള്ളതാണ് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം. എത്ര തന്നെ എത്തോസ് മാച്ച് ചെയ്യുന്ന പറഞ്ഞാലും ഇറ്റ്സ് ഓൾ കോൺവെർസേഷൻസ്. ഭാട്ടി വന്നിട്ട് പറയാം, വി നീഡ് ടു ബി ഡേറ്റ ഡ്രിവൻ, വി നീഡ് ടു ഗെറ്റ് ദ റൈറ്റ് പീപ്പിൾ ടു ടേക്ക് ഡിസിഷൻസ്, വി ഷുഡ് നോട്ട് സ്പെൻഡ് ഫോർ ദ സേക്ക് ഓഫ് സ്പെൻഡിങ്, അങ്ങനെ പല പല കാര്യങ്ങളും പറയാം. പക്ഷേ എത്രത്തോളം അത് ഫുട്ബോൾ സക്സസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന നമുക്ക് പേടിയുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയാണ് ഈ ഹോക്കിഷ് മെന്റാലിറ്റി ഈ ക്യാപിറ്റലിസ്റ്റിന് ഉണ്ടാവുക. ട്രാൻസ്ലേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിനെ കർട്ടൈൽ ചെയ്യാം. ഒരു 3-4 സീസൺസ് ഇൻ മിഡ് ടു ലോവർ പ്രീമിയർ ലീഗ് ടേബിളിൽ മിഡ് ടു ലോവർ സൈഡിൽ നമ്മൾ ഫിനിഷ് ചെയ്യേ, കുറച്ച് 2-3 സ്പോൺസർഷിപ്പ് ഡീൽ കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരതിനെ വീണ്ടും മെച്ചപ്പെടുത്താൻ നന്നാക്കുമോ നമുക്കറിയില്ല. നമുക്ക് എങ്ങോട്ടാണ് അവരുടെ ഡിസിഷൻ മേക്കിംഗ് പോവുക, അവരെത്രത്തോളം സ്പോർട്സ് സക്സസ് പ്രയോറിറ്റൈസ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. അവിടെയാണ് ഒരു റിസ്ക് എലിമെന്റ് ഉള്ളത്. അപ്പോൾ ഹൂ ഇസ് ബെറ്റർ, നോൺ ഡെവിൾ ഓർ അൺനോൺ ഇവിൾ ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് ഹരിയോട് ചോദിക്കാനുള്ളത് ഇപ്പൊ മിത്രം പറഞ്ഞ പോയിന്റ് ആണ്. അതായത് FSG ഞാൻ എപ്പോഴും അവരെ കണ്ടിരിക്കുന്നത് വളരെ ഷ്രൂഡാണ് സ്പോർട്ടിന്റെ കാര്യം. ശബരിയുടെ പോയിന്റ്, വെരി ഷ്രൂഡ് ഇൻ ടേംസ് ഓഫ് സ്പെൻഡിങ് മണി. പക്ഷെ ദേ ആർ വെരി നൈവ്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, അവർ ഡേമിയൻ കൊമോളിയുടെ വാക്കിൽ വിശ്വസിച്ചിട്ടുണ്ട്, അവര് ബ്രണ്ടൻ റോഡ്ജേഴ്സിൽ വിശ്വസിച്ചിട്ടുണ്ട്, അവർ എഡ്വേർഡ്സിലും ഹ്യൂസിലും വിശ്വസിച്ചു. അപ്പൊ അവരുടെ ഉള്ളിൽ എവിടെയോ ഒരു കളങ്കമില്ലായ്മയുണ്ട്. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, they always ജോൺ ഹെൻറി ക്ലബ്ബ് മേടിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, that we bought this club and that ഇംഗ്ലീഷ് സ്പോർട്ട് അല്ല ഇംഗ്ലീഷ് ഫുട്ബോൾ എന്ന് പറയുന്ന സാധനം വളരെ അൺഓർഗനൈസ്ഡ് ആണ്, വളരെ അധികം എന്താ പറയാ, ഇപ്പം അമേരിക്കൻ സ്പോർട്സ് പോലെ സാലറി ക്യാപ്പ് ഇല്ല, ഡ്രാഫ്റ്റ് സിസ്റ്റം ഇല്ല, വളരെ അൺഓർഗനൈസ്ഡ് ആയ ഇവോൾവ് ആയി വന്ന കാര്യമാണ് ബ്രിട്ടീഷ് ഫുട്ബോൾ. അതില് യൂറോപ്യൻ ഫുട്ബോൾ എന്ന് പറയാം. പക്ഷെ അതിൽ അവർ പറഞ്ഞ സാധനം, we've been given a lot of promises by UEFA and English FA about certain guardrails, certain ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവരും, FFP കൊണ്ടുവരും, അത് കൊണ്ടുവന്നു ശരി, ട്രാൻസ്ഫറിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരും. അവർക്ക് അറിയില്ല ഈ UEFAയും FA അത്രത്തോളം ഉടായ്പുള്ള ആൾക്കാരാണ്, അത് അവർക്ക് അറിയില്ല. അതേപോലെ സിറ്റി ചെയ്ത പോലെയോ ചെൽസി ചെയ്ത പോലെയോ ഉടായ്പ അവർ ചെയ്തില്ല, അവർക്ക് അതും അറിഞ്ഞുകൂടാ. അതാ പറയുന്നത്. അതായത് ട്രൈഡ് എ മൾട്ടി ക്ലബ് മോഡൽ, ലെഫ്റ്റ് ടു ഹാഫ് വേ. അതായത് നമുക്ക് പറ്റുന്ന കാര്യമല്ല ഈ കുറച്ച് കുഞ്ഞു പിള്ളേരെ മേടിച്ചിട്ട് അവിടെ കൊണ്ട് കളിപ്പിക്കുന്നു, ഇവിടെ കൊണ്ട് കളിപ്പിക്കുന്നു. വിറ്റേഴ്സിനെ വെച്ച് ചെൽസി എത്രയോ കാലം ചെയ്യുന്നു, അത് കഴിഞ്ഞ് സ്ട്രാസ്ബോർഗിനെ വെച്ച് ചെയ്യുന്നു, ജിറോണ, മാൻ സിറ്റി, അങ്ങനെ ഒരുപാട്. FSG has not cooked the books. They have not tried to do anything which is outside the purview of what seems to be right by law. പക്ഷെ നമ്മളിനി വരാൻ പോകുന്ന ആൾക്കാർക്ക് ഇതുമാതിരി ഒരു എത്തിക്സും ഇല്ലാത്ത ആൾക്കാരാണ്. അവരെന്തും ചെയ്യും.
അതായത് ഇന്നലെ ടിജാനി റൈൻഡേഴ്സ് സൗദിയിലേക്ക് വിറ്റ് എത്ര പൈസക്കാ നമുക്കറിയാം. അത് എങ്ങനെയാണ് അവർ മേടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ലോജിക്കും ഇല്ല. സോ ബേസിക്കലി നമുക്കൊരു ലിവർപൂൾ ഫാൻസ് എന്ന രീതിയിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. നമ്മളിപ്പം വി ആർ സസ്റ്റൈനബിൾ, വി ആർ എത്തിക്കലി. അപ്പം ഹരി പറഞ്ഞ പോലെ എത്രത്തോളം എത്തിക്കലി എന്ന് അവിടെ ഒരുപാടുണ്ട്. ആക്സ, സ്റ്റാൻഡേർഡ് ചാർട്ടേർഡും ഒരുപാട് വോർ ക്രൈംസ് വാട്ട് എവർ. ബട്ട് പ്രഥമ ദൃഷ്ടിയാൽ വി ലുക്ക് ലൈക്ക് നമ്മൾ ഭയങ്കര ഡീസന്റ് ആൾക്കാരാണ്. വി ഗോ ബൈ ദ ബുക്സ്. ഏതാ ലെസർ ഈവിൾ അല്ല, ഹോളിയർ ദാൻ തോന്നും പറയാം. നമുക്ക് അഹങ്കാരം ഉണ്ട്, ഈ ലിവർപൂൾ ഫാൻസ് എല്ലാവർക്കും ഉണ്ട്. അത് ഇനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം എങ്ങനെയായിരിക്കും? അല്ല, അതിനകത്ത് ഫസ്റ്റ് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് FSG ഭയങ്കര എത്തിക്കലായിരുന്നിട്ടൊന്നുമല്ല അവർ ഈ പരിപാടി ചെയ്യാഞ്ഞത്. അവർക്ക് ഈ പരിപാടി ചെയ്യാനായിട്ട് താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ചെൽസി ആണെങ്കിലും സിറ്റി ആണെങ്കിലും ദേ ബേസിക്കലി വാണ്ട് സക്സസ് അറ്റ് എനി കോസ്റ്റ്. മിത്ര നേരത്തെ പറഞ്ഞ പോലെ FSG didn't want success at any cost. They wanted something sustainable. So സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സംഭവം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഈ ഉഡായിപ്പ് പണി ഹാസ് എ ഫിനാൻഷ്യൽ ബേർഡൻ. ഓണറിന്റെ മേളിൽ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ട്. അത് സ്റ്റേറ്റ് ഓൺഡ് ക്ലബ്സിന് അതൊരു ബേർഡൻ അല്ല. താടിയുള്ളവന് രോമം പോണ പോലെ ഉള്ളൂ. FSGക്ക് അതുപോലെ അല്ല. FSGക്ക് താടിയില്ല. ഐ മീൻ അവർക്ക് നല്ല പൈസ ഉണ്ട്, ദേ ആർ ബില്യണേഴ്സ്. പക്ഷെ അവരുടെ പൈസയ്ക്ക് ഒരു ദർ ഇസ് എ ലിമിറ്റ് ടു ഇറ്റ്. അവരുടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അല്ലാതെ സ്റ്റേറ്റ് ഓൺ ക്ലബിന്റെ പോലെ അത് എന്താ പറയുന്ന അക്ഷയപാത്രം പോലെ എത്ര എടുത്താലും തീരാത്ത സാധനമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിൽക്കാതിരുന്നത്. അല്ലാതെ അവർ ഭയങ്കര എത്തിക്കലായിട്ടുള്ള ആൾക്കാരായിട്ടൊന്നും അല്ല. ബേസിക്കലി അവരുടെ മോഡൽ എന്ന് പറഞ്ഞാൽ നീ ക്രിസ് പറഞ്ഞ പോലെ എന്താ പറയാ, UEFAയും പ്രീമിയർ ലീഗും ഒക്കെ കുറെ വാഗ്ദാനങ്ങൾ, മോഹനസുന്ദര വാഗ്ദാനങ്ങൾ വെച്ചു. അതിൽ വശംവദരായി അവർ അതിനകത്ത് വന്നപ്പെട്ട ആൾക്കാരാണ്. പിന്നെ അത് എന്തായാലും വെള്ളത്തിൽ വീണിക്കുമ്പോൾ നീന്തി കയറി നിവൃത്തിയുള്ളൂ. നീന്തിയപ്പോ കുറേയൊക്കെ കരപറ്റി. അങ്ങനെയാണ് ശരിക്കും സത്യത്തിൽ സംഭവിച്ചത്. FSGയുടെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ദേ ഡിഡ് ഗുഡ്, അത് ഞാൻ പറയാം. പ്രീമിയർ ലീഗിന്റെ ഇൻട്രൊഡക്ഷനിൽ 90s യുണൈറ്റഡ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക ബിസിനസ്, ഞാൻ പറയുന്നത് നോൺ ഫുട്ബോളിംഗ് സൈഡ്, മാർക്കറ്റിംഗ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും അവരത് ഭയങ്കരമായിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ മെച്ചപ്പെടുത്തി. അങ്ങനെയാണ് അവർ ഈ പറയുന്ന നമ്മൾ ലീഗ് കണ്ടു തുടങ്ങി നമ്മുടെ ഒരു നല്ലൊരു ടൈം വരെയും ഏറ്റവും ലീഡിങ് ക്ലബ്ബായി നിന്നത് അങ്ങനെയാണ്. അവരുടെ റവന്യൂ അവർ ഇൻക്രീസ് ചെയ്തത് അങ്ങനെയാണ്. ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് റിക് പാരി ആയിരുന്നു. റിക് പാരിക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയുക യാതൊരുവിധ ബോധ്യമോ ഇല്ലാത്ത ആളായിരുന്നു. എങ്ങനെയെങ്കിലൊക്കെ ഇത് കൊണ്ടു നടക്കുക എന്നുള്ള രീതിയിൽ കൊണ്ടു നടന്നിരുന്ന ഒരാളായിരുന്നു. അതിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്തപ്പോൾ അവർ ഫസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അന്ന് കുറെ പേർക്ക് കുറെ മിത്രന് ചില പറയായിരിക്കും, നിങ്ങൾക്കാർക്ക് അറിയാൻ വേണ്ടല്ലോ, ഞാൻ FSG ക്രിട്ടിക് ആയത് ഒരു ക്ലോപ്പ് വന്നതിന് ശേഷം നമുക്കിതല്ല ക്ലോപ്പിന്റെ കീഴിൽ ഇതിലും ബെറ്റർ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും, ഇഫ് യു ആർ മോർ അംബീഷ്യസ് എന്ന് മനസ്സിലായിട്ട് അതിൽ ഇവർക്ക് താല്പര്യമില്ലാണ്ട് വന്നപ്പോഴാണ്. അതുവരെ ഞാൻ FSG സപ്പോർട്ടർ ആയിരുന്നു. ലൈക്ക് ചിലപ്പോൾ മിത്രന് മാത്രം അറിയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്വിറ്ററിലൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അത് FSG വന്ന സമയത്ത് ഇവർ ഡങ്കിൻ ഡോണറ്റ്സുമായിട്ട് പാർട്ണർഷിപ്പ്, അതിനൊക്കെ ഒരുപാട് ട്രോൾ കിട്ടിയിട്ടുണ്ട് FSGക്ക്. ലോക്കൽസിന്റെ കയ്യിൽ നിന്നും, അതായത് സ്കൗസേഴ്സിന്റെ കയ്യിൽ നിന്നും അവരുടെ കയ്യിൽ നിന്നെല്ലാം ഒരുപാട് ട്രോൾസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര അവർക്ക് ആ ഒരു ബിസിനസ് അക്യുമൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ഇങ്ങനെ തന്നെ ഇതിന്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയായിരുന്നു. അങ്ങനെ ആ ഒരു ബിസിനസ് സൈഡ് ആണ് ശരിക്കും FSG ലിവർപൂളിനോട് ചെയ്ത ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ എന്നാണ് ഞാൻ പറയുന്നത്. ഫുട്ബോളിംഗ് സംഭവം കുറെ ചക്കവണ മുതലെത്താന്ന് തന്നെ എനിക്ക് പറയുള്ളൂ. ക്ലോപ്പ് വാസ് എന്താ പറയുന്ന ഒരു ഭയങ്കര ഗ്രേറ്റ് കോയിൻസിഡൻസ്. ക്ലോപ്പ് ജോലി ഇറങ്ങിയ സമയവും നമ്മൾ ഇയാളെ പുറത്താക്കിയ സമയം എല്ലാം കൂടി ഒത്തു വന്ന് ക്ലോപ്പ് പിന്നെ ഒരു ഫുട്ബോൾ റൊമാൻറ്റിക് ആയത് കാരണം നമ്മൾ രക്ഷപ്പെട്ടതാണ്. അല്ലാതെ FSGയുടെ പ്രൊജക്റ്റിൽ വശംവദനായിട്ട് പുള്ളി വന്നതൊന്നല്ല. അപ്പോ അതുകൊണ്ട് ആ ഒരു ഫുട്ബോളിംഗ് സക്സസിനെ ഞാൻ അവരങ്ങനെ ക്രെഡിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ വാട്ട് ദേ ഡിഡ് ഗുഡ് വാസ് നമ്മുടെ ബിസിനസ് സൈഡ് അവർ ഭയങ്കരമായിട്ട് മെച്ചപ്പെടുത്തി. അതിനകത്ത് ഒരുപാട് ഡീൽസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ റവന്യൂ ഇൻക്രീസ് ചെയ്തു. ഈ ക്ലോപ്പിന്റെ കീഴിൽ വി ഷുഡ് ഹാവ് ബിക്കം എ ഡൈനാസ്റ്റി. അത് വരാതിരിക്കാനുള്ള കാരണം ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു കഴിഞ്ഞ ശേഷം വെറുതെ ഇരുന്നു അഡ്രിയാനെ പോയി മേടിക്കുക. അത് ഓക്കെ, അവിടെ അറ്റ് വെരി ലീസ്റ്റ് ഒരു പ്രോസ്പെക്ടിനെങ്കിലും നമുക്ക് സൈൻ ചെയ്യാമല്ലോ. അതുപോലും ചെയ്തിട്ടില്ല. നമ്മൾ പറയുന്നത് 100 നമ്മുടെ ആരുടെയും കംപ്ലൈന്റ് നമ്മൾ എംബാപ്പയെ മേടിക്കുന്നില്ല എന്നോ മറ്റേ ഹോളണ്ടിനെ മേടിക്കുന്നില്ല എന്നോ അതൊന്നും അല്ലായിരുന്നല്ലോ. നമ്മൾ ബെയർ മിനിമം പോലും ചെയ്യാത്തപ്പോഴത്തേക്കാണ് ക്രിറ്റിസിസം വന്നുകൊണ്ടിരുന്നത്. അത് പലപ്പോഴും ചെയ്യാനായിട്ട് മടിയായിരുന്നു അവർക്ക്. ഇപ്പൊ കോവിഡ് ടൈമിൽ വന്നപ്പോൾ അവർക്ക് റിസ്ക് എടുക്കാൻ പേടി, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായിരുന്നു FSGയോടുള്ള നമുക്ക് ഏറ്റവും വലിയ എന്താണെന്ന് നമുക്ക് ഉണ്ടായിരുന്ന എതിർപ്പ് എന്ന് പറയുന്ന കാര്യം അതായിരുന്നു. അല്ലാതെ നമ്മളിപ്പോ പേഴ്സണലി ഇഫ് യു ആസ്ക്
വുഡ് യു ലൈക്ക് us ടു സൈൻ എംബാപ്പെ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്നേ പറയുള്ളൂ. എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ ഒരു ഫുട്ബോളിംഗ് കൾച്ചറിനോട്. എനിക്ക് പേഴ്സണലി താല്പര്യമുള്ള ഫ്രാൻസ് ഉണ്ടാവും, അവരെ കുറ്റം പറയുന്നില്ല. നമ്മൾ ലിവർപൂളിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനത്തെ സൂപ്പർ സ്റ്റാർസിനെ കണ്ടല്ലോ, അപ്പൊ അതിനകത്ത് നമുക്ക് താല്പര്യമില്ല. അപ്പോൾ FSG യുടെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സമ്മതിയുള്ളൂ. ഗ്രേറ്റ് ബിസിനസ് എന്താ പറഞ്ഞത്, അവർക്കാണെങ്കിലും ഫോർ ദി ക്ലബ് ആണെങ്കിലും അതിന്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കി എന്നുള്ളതാണ് അവരുടെ, അതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഫുട്ബോളിംഗ് വൈസ് വി ഗോട്ട് ലക്കി എന്ന് ഞാൻ പറയുള്ളൂ. എന്ന് FSG യുടെ ഒരു ടൈമിന് ഞാൻ പറയുള്ളൂ. പക്ഷെ ചോദിച്ച ചോദ്യം എന്താ ഞാൻ പറഞ്ഞു, മിത്രൻ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയിപ്പോ ഞാൻ പറഞ്ഞത്. ഹരിക്ക് വികാരം കൂടും, തിളക്കണം ചോര ഞരമ്പുകളിൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഫുട്ബോൾ, അതായത് ഇതിന്റെ ഫിനാൻസ് എല്ലാം മാറ്റി ഫുട്ബോളിൽ കറന്റ് ഇപ്പൊ ലിവർപൂളിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഒരു ഡയറക്ടർ ഫുട്ബോൾ ഇല്ല. ഇപ്പൊ ഓൾമോസ്റ്റ് ഡയറക്ടർ ഫുട്ബോൾ ഇല്ലാന്ന് തന്നെയല്ല, 4 വർഷത്തിനിടയ്ക്ക് 4 പേരായി. 4 പേരായി. ഹ്യൂഗ്സ് മൂൺലൈറ്റ് ചെയ്യാണോ സൺലൈറ്റ് ചെയ്യാണോ എന്നുള്ള കാര്യങ്ങളിൽ ഒരു കൺക്ലൂഷനും വന്നിട്ടില്ല. അയാള് അറിയാവുന്ന തന്നെ അറിയാമല്ല. അതെ അതെ. അപ്പൊ അത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് സോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോ എനിക്കറിയില്ല, മേ ബി അവർ ഈ ഒരു ഡീലിന്റെ കാരണം ജസ്റ്റ് ഗിവിംഗ് എ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, അവർ ഈ ഡീൽ നടക്കുന്നതുകൊണ്ടാണോ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ എന്നറിയില്ല. ബട്ട് അതിന്റെ ഇപ്പൊ വിൻഡോ അടയ്ക്കാൻ ഇനി ആകെ 10-12 ദിവസം 15 ദിവസമേ ഉള്ളൂ. 15 days വിൻഡോസ് ഔട്ട്. പല ക്രിട്ടിക്കൽ പൊസിഷൻസ് സൈൻ ചെയ്യാനുണ്ട്. ഇനിയും അതിലൊക്കെ ഒരുപാട് തീരുമാനങ്ങൾ അടുത്ത 10-12 ദിവസത്തിനുള്ളിൽ എടുത്താലേ പറ്റുള്ളൂ. കാരണം വിത്തിൻ 1 more week ലീഗ് ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ വർഷത്തെ നമ്മൾ വാങ്ങിച്ച പ്ലെയേഴ്സ് എല്ലാം വേറൊരു മാനേജറിന്റെ സിസ്റ്റത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത വാങ്ങിയ ആളുകളാണ്. അപ്പൊ ഇറോളായിന് വേണ്ടിയുള്ള പ്ലെയേഴ്സ് ഇനിയും വരാനുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇമീഡിയറ്റ്ലി നമ്മൾ ഈ ഒരു കൺസോർഷ്യം സോൾവ് ചെയ്യേണ്ടത്. നൗ ഇറ്റ് ഇസ് ഡൺ ഗുഡ്. ഇനി ആകെ അതിലുള്ളത് ബേസിക്കലി ഇനി ആകെ പ്രീമിയർ ലീഗ് ഗോ ഹെഡ് മാത്രമേ കിട്ടാനുള്ളൂ. അതിലൊന്നും പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം ഇതൊരു ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കൺസോർഷ്യോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ആളുകളൊന്നും അല്ല. ഓൾ ദോസ് തിങ്സ് ഫിനാൻഷ്യലി വിൽ ടിക്ക് മാർക്ക്. ബട്ട് ഇമീഡിയറ്റ്ലി FSG ഹാസ് ടു ഗെറ്റ് ഇൻ ടു ദ ഫുട്ബോളിംഗ് സൈഡ് ഓഫ് തിങ്സ് വെരി വെരി ഫാസ്റ്റ് ആൻഡ് ദേ ഹാവ് ടു ആക്ട്. പല ആളുകളുടെയും ഇപ്പൊ ഗാക്പോയുടെ എക്സിറ്റ് വരുന്നുണ്ട്, അതിനെ ആരെ റീപ്ലേസ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആൻസേഴ്സ് ഉണ്ട്. അപ്പൊ അറ്റ് ദിസ് ഗിവൺ പോയിന്റ് ഓഫ് എ ടൈം ഇറോള is to a larger extent very handicapped. പല ക്രിട്ടിക്കൽ പൊസിഷൻസിലും ആയിരിക്കും അവരെ മാനേജറിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവർ അസസ് ചെയ്യാൻ. യെസ്, നമ്മൾ ഇതിനെ കുറിച്ച് ഒരുപാട് ഇപ്പൊ ചർച്ച ചെയ്തു. ഐ തിങ്ക് വി കവേർഡ് ഓൾമോസ്റ്റ് എവറിത്തിങ്. ഇപ്പൊ ഇതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട് ശബരി, മിത്രനും ഹരിയും പറഞ്ഞു, ഇതിന്റെ ഇമോഷണൽ ആസ്പെക്ട് പറഞ്ഞു, മോറൽ ആസ്പെക്ട് പറഞ്ഞു. ടു സബ്മിറ്റ് അപ്പ്, ലാസ്റ്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് വരുന്നത്. അതായത് മൈക്ക് ഗോഡിന് ഏകദേശം 61 വയസ്സായി, വെർണറിന് 76, നമ്മുടെ ജോൺ ഹെൻറിക്ക് 80 വയസ്സുണ്ട്. സോ ബേസിക്കലി ഐ തിങ്ക് ദേ ആർ ഡൺ വിത്ത് ദിസ് പ്രോജക്ട്. ജോൺ ഹെൻറിയുടെ ഒരു ഇന്റർവ്യൂവിൽ വിൽ യു ബി ഇൻ ഇംഗ്ലണ്ട് ഫോർ എവർ എന്ന് ചോദിച്ചാൽ പുള്ളി പച്ചയ്ക്ക് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് പറഞ്ഞിട്ട് നോ. സോ ദിസ് ഇസ് പാർട്ട് ഓഫ് എൻ എന്താ പറയുക ഒരു എക്സിറ്റ് സ്ട്രാറ്റജി. 2011 ജോൺ ഹെൻറി മേടിക്കുമ്പോൾ ദേ ടോൾഡ് that we are a sleeping giant waiting to be woken up, and it's taken them 1.5 decades to completely wake the giant up in terms of sporting success. Klopp in the keelanengilum, slot in the Premier Leagues anengilum, and now as we stand, when they get an offer from from Jeff Bezos and from Savrin and Amit Bhatia that we are ready to pay you 1.75 or 1.5 billion for 30%, then it means that we are a giant now. Adilini samshayilla. So being the biggest, they've made Liverpool, basically they've made Liverpool the biggest club in England at least, and on par with the Barcelona or on par Bayern Munich ആ ലെവലിൽ അവർ എത്തിച്ചിട്ടുണ്ട്. And I think from now onwards, the way transfer window is going, the way the market is going, the way football is being seen, അറിയാലോ ഇൻഫന്റീനോയുടെ കോൺട്രവേഴ്സീസും, the way US-ൽ ഫുട്ബോൾ ഇപ്പൊ ലോകത്ത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 2 മാർക്കറ്റാണുള്ളത്, ഒന്ന് US-ഉം ഒന്ന് അറബ്. രണ്ട് രീതിയിൽ വരുന്ന ഇന്റർ കണക്റ്റഡ് പെട്രോ ഡോളർ മാർക്കറ്റ്
എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കൂടി കണക്റ്റഡ് ആണ്. സോ ബേസിക്കലി ഈ മോറലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫോർ ലിവർപൂൾ ഈ വാലുവേഷൻ നിലനിന്ന് പോകണമെങ്കിൽ ഇറ്റ് വാസ് ഈദർ എ സ്റ്റേറ്റ് സ്പോൺസേർഡ് ഓണർ ഓർ ഇറ്റ് വാസ് സംതിങ് ലൈക്ക് എന്താ പറയാ US based capitalistic. Yeah, it's not even US based giant അല്ലേ. It's not your FSG or it's not your ചെറിയ ഒരു മില്യനർ അല്ലല്ലോ. It is one of the biggest ആണ്. സോ ഇത് അല്ലെങ്കിൽ അത്. സോ ഇനി ഫുട്ബോൾ കാണണ്ടയോ അല്ലെങ്കിൽ ഇതിന് നമുക്ക് സന്തോഷം തരുവോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഓരോരുത്തരാണ്. രണ്ട് രീതിയിൽ നമുക്ക് കാണാം. നമുക്കൊരു ഞങ്ങളുടെ പ്രായം 35-36 വയസ്സുള്ള ആളുകൾക്ക് ചിലപ്പം എല്ലാ ട്രോഫികളും ജയിച്ചു, ഇനിയിപ്പം വരുന്നത് വെച്ച് കാണാം എന്നൊരു മൂഡ് അല്ലെങ്കിൽ ആയിരിക്കും. ഒരു 50-55-60 വയസ്സുള്ള ആൾക്കാർക്ക് ഇതായിരിക്കില്ല. ദേ വുഡ് വാണ്ട് ദ ക്ലബ് ടു റിമെയിൻ ദ വേ ഇറ്റ് ഇസ്. അവരുടെ നൊസ്റ്റാൾജിയ, അവരുടെ ഒരു കുട്ടിക്കാലവും അവരുടെ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ ലിവർപൂൾ ചിലപ്പം നിലനിൽക്കുന്നില്ല. സെയിം ടൈം ഒരു 18 വയസ്സോ 16 വയസ്സോ വിനി വേഴ്സസ് എംബാപ്പെ അല്ലെങ്കിൽ ഹൂ ഇസ് ബെറ്റർ, മെസ്സി ആണോ റൊണാൾഡോ ആണോ അല്ലെങ്കിൽ ഒലീസെ ആണോ അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ of fans would be like, if Liverpool is the biggest club in the world, why are not the biggest players playing at Liverpool? ആ ഒരു ചോദ്യം അവർക്ക് വരും. എന്തുകൊണ്ട് എംബാപ്പെ വരുന്നില്ല, എന്തുകൊണ്ട് ഹാലൻഡ് വരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അടുത്ത യമാൽ വരുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോ they would be like, ഇതിലൊക്കെ എന്താണ് കാര്യം, കളി ജയിക്കണ്ടേ, ഡെസിമ വേണം അല്ലെങ്കിൽ so everyone has their own reasons to follow the football club. Any closing comments like what ഞാൻ പറയാനിരുന്ന ഒരു കാര്യം ഞാൻ ജസ്റ്റ് വിട്ടുപോയി, വേണമെങ്കിൽ അതും കൂടി പറഞ്ഞേക്കാം. ആക്ച്വലി ഇറ്റ് കുഡ് ബി ഗുഡ് ഫോർ ലിവർപൂൾ ആസ് എ സിറ്റി. കാരണം കൂടുതൽ ഈ ടൂറിസ്റ്റുകൾ സിറ്റിയിലേക്ക് വരുന്നത് ഫോർ എ സിറ്റി ഇറ്റ്സ് ഗുഡ്. ഫോർ ദെയർ എന്താ പറയുന്നത് അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എല്ലാം, പിന്നെ അവിടുത്തെ ഉള്ള ആളുകളുടെ ബിസിനസ്, ലോക്കൽ ബിസിനസ്സസ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറ്റ്സ് ബെറ്റർ. കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ സിറ്റിയിലേക്ക് വരുന്നത് എപ്പോഴും നല്ലതായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ ഇറ്റ് കുഡ് ബി ഗുഡ് ഫോർ ലിവർപൂൾ ആസ് എ സിറ്റി. ഈ എന്തുകൊണ്ട് എംബാപ്പെ വരുന്നില്ല, അത് ആ ചോദ്യത്തിന് ഒരു ഫുട്ബോളിംഗ് ആയിട്ടുള്ള അല്ലാതെ ഒരു കൾച്ചറൽ ഒരു ആൻസറും കൂടി ഉണ്ടല്ലോ. ബാഴ്സലോണയിലോ മാഡ്രിഡിലോ എന്താ പറയാ മിലാനിലോ ഈവൻ ലണ്ടനിലോ പോയി താമസിക്കുന്നത് പോലെ അല്ല ലിവർപൂളിൽ പോയി താമസിക്കുന്നത്. ലിവർപൂൾ ആസ് എ സിറ്റി വാസ് ഇഗ്നോർഡ് ആൻഡ് അബാൻഡൻ ഡ്യൂറിങ് താച്ചേഴ്സ് റെയിൻ. പണ്ടത്തെ ഒരു പ്രൗഡിയിൽ നിന്ന് ആ സിറ്റിക്ക് സംഭവിച്ചൊരു ഫോൾ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ സിറ്റി ഒരു ഭയങ്കര ലെഫ്റ്റ് ലീനിങ് സിറ്റി ആയിട്ട് നിൽക്കുന്നത്. കോമിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്ലേയേഴ്സും താമസിക്കുന്നത് മാഞ്ചസ്റ്റർ ഡിസ്ട്രിക്റ്റിലാണ്, ചെഷയറിലാണ്. അതാ പറഞ്ഞത്, ചെഷയറിലാണ്. അപ്പൊ അതേ പറഞ്ഞത് അത് ബിക്കോസ് ഓഫ്. പക്ഷെ അത് ഇതെല്ലാം ഒരുതരം എന്താ പറയുന്ന ഒരു സർക്കിളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റി ആയതുകൊണ്ടാണ് ലിവർപൂളും ലൈക്ക് അതൊരു എന്താ പറയുന്ന ഒരു പോഷ് ഒരു കൾച്ചറുള്ള സ്ഥലം അല്ലാതായി ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം അവരുടെ ഒരു മോഡസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും. ഇപ്പോൾ എന്താ പറയുന്നത് മറഡോണ നേപ്പിൾസിൽ പോയി, നേപ്പിൾസ് വാസ് ലൈക്ക് വൈസ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു സിറ്റിയുടെ ഗ്രോത്തിന് ഒരു പക്ഷെ ഒരു നല്ലതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ അതെന്റെ ഒരു പാസിംഗ് കമന്റ് ആണ്. അത്ര നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ക്ലോസിംഗ് കമന്റ്സ് മിത്രന് കൊടുക്കണം. ഒരു കാര്യം ഞാൻ പറയാം. ലിവർപൂളിന് നമ്മൾ കാണുന്നതും ഇപ്പം നമ്മളുടെയൊക്കെ പേഴ്സണൽ പൊളിറ്റിക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവാം. പല ലിവർപൂളിനെ ഫോളോ ചെയ്യുന്നതിൽ തന്നെ എല്ലാവർക്കും പല പല രാഷ്ട്രീയവും പല പല ജീവിത സാഹചര്യങ്ങളും പല പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവും. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലിവർപൂൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 25 കൊല്ലക്കാലം ലിവർപൂൾ 25-26 കൊല്ലക്കാലം ലിവർപൂളിനെ കണ്ടിട്ടുള്ളതും ലിവർപൂളിനെ ഏറ്റവും കൂടുതൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതും ലിവർപൂൾ ഒരു ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ അണ്ടർഡോഗ്സ് ആയിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടല്ലാത്ത എല്ലാ സൗകര്യങ്ങളുമുള്ള ഇപ്പം ഏറ്റവും വലിയ സിറ്റി അല്ല, ഏറ്റവും വലിയ ഓണേഴ്സ് ഇല്ല, ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാൽ വിത്തിൻ ദ മീൻസ് വി ഹവ് ഡൺ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ
ഡിസിഷൻസ് എടുക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ്. അപ്പം ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സക്സീഡ് ചെയ്യണം ലൈഫിൽ, അല്ലെങ്കിൽ മുന്നോട്ട് പോകണം, കമ്പീറ്റ് ചെയ്യണം ജീവിതത്തിൽ എന്തിനും, നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരം കാണണം, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റും, നമുക്ക് ലോകത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റും. മർദ്ദിതർക്കും പീഡിതർക്കും ബുദ്ധിമുട്ടുന്നവർക്കും എല്ലാവർക്കും ലോകത്തൊരു ശബ്ദമുണ്ട്, ലോകത്തൊരു സ്പേസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നതിന് ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്പോർട്ട് ഒരു വലിയൊരു പ്രചോദനമാണ്, ഇൻസ്പിറേഷനാണ്. അപ്പം കിട്ടാത്തത് ലിവർപൂളിന് കപ്പടിക്കാമെങ്കിൽ മേ ബി എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറച്ചും കൂടി ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആവാം അങ്ങനെ ചിന്തിക്കുന്ന പല ആളുകൾക്കും ലിവർപൂൾ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അങ്ങനെ ലിവർപൂളിനെ കാണുന്നവരായിരിക്കും കൂടുതൽ ഫാൻസും. കാരണം ഒരിക്കലും 100 മില്യൺ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന കണ്ടിട്ടോ അല്ലെങ്കിൽ 10 ചാമ്പ്യൻസ് ലീഗ് തുടർച്ചയായി അടിക്കുന്ന കണ്ടിട്ടോ അങ്ങനെയൊന്നും ലിവർപൂളിനെ സപ്പോർട്ട് ചെയ്ത് വന്നവരായിരിക്കില്ല കൂടുതൽ പേരും. കൂടുതൽ പേരും കോർ എത്തോസ് ഓഫ് ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ഓഡ്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ജയിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ലിവർപൂളിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ. അപ്പം ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഐഡന്റിറ്റി ഓഫ് ലിവർപൂൾ ഒരിക്കലും മാറാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം. അതിനെ ഒരു ബെസോസിനും ഒരു സാവറിനും ഒരു FSGക്കും ഏതൊരാൾക്കും ഒരിക്കലും മാറ്റാൻ പറ്റാതിരിക്കട്ടെ എന്ന് ശുഭാപ്തി വിശ്വാസം ഉണ്ട്. മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൽ വിശുദ്ധിയും ആലയിലാണല്ലേ മടവും മമതയും കൊന്നപ്പോ. ലിവർപൂളിന്റെ കളർ എന്ന് പറയുന്നത് ചുവപ്പാണ്. ലിവർപൂൾ എന്ന ക്ലബിന്റെ കളർ ഐഡന്റിറ്റി ചുവപ്പാണ്. ഇന്നലത്തെ ഡീലോട് കൂടി അടുത്ത വർഷം ചിലപ്പം സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് മാറി നമ്മുടെ ഷർട്ട് സ്പോൺസർ ആമസോൺ ആവാം. ചിലപ്പോൾ ആമസോൺ എന്ന പേര് അവിടെ ഉണ്ടാവില്ല, പക്ഷെ ഒരു ആമസോണിന്റെ ചിഹ്നം ഉണ്ടല്ലോ, ഒരു ചിരി, ഒരു ആരോ, അതിന്റെ നിറം ഓറഞ്ച് യെല്ലോ ആണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോവോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അവസാനം എന്തായിരിക്കും നമുക്കറിയില്ല. മിത്രം പറഞ്ഞ പോലെ എന്നും ചുവപ്പ് തന്നെ ആയിട്ടിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നില്ല, ഞാൻ നിർത്തും. യെസ്.